നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. മുസ്ലിം ലീഗ് നേതാവ് പി.കെ. ഫിറോസിൻ്റെ സഹോദരൻ പി.കെ. ബുജൈറിനെ മയക്കുമരുന്ന് റെയ്ഡിൻ്റെ ഭാഗമായ തിരച്ചിലിൽ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ നാട്ടുനടപ്പനുസരിച്ച് ചില ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. യൂത്ത് ലീഗ് നേതൃത്വം മയക്കുമരുന്നിൻ്റെ ഏജൻ്റായി പ്രവർത്തിക്കുന്നുണ്ടോ? യൂത്ത് ലീഗ് തന്നെ അതിന് അവസരം ഒരുക്കുന്നുണ്ടോ? ഒരു ഭാഗത്ത് ലഹരി കച്ചവടവും മറ്റൊരു ഭാഗത്ത് ഭൂമി തട്ടിപ്പും നടത്തുന്നുണ്ടോ ഈ പാർട്ടി? മുസ്ലിം ലീഗ് തട്ടിപ്പ് സംഘങ്ങളുടെ കേന്ദ്രമായി മാറിയോ? തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്ന നിലപാട് ലീഗ് സ്വീകരിക്കുന്നുണ്ടോ? പാണക്കാട് തങ്ങൾ മറുപടി പറയേണ്ടേ ഈ ചോദ്യങ്ങൾക്കൊക്കെ? പണ്ട് ചില കേസുകൾ വന്നപ്പോൾ ലീഗ്, യൂത്ത് ലീഗ് നേതാക്കൾ CPIM-നോടും പാർട്ടി നേതാക്കളോടും ചോദിച്ച അതേ ചോദ്യങ്ങൾ ഓർമ്മിപ്പിച്ച് ഇന്ന് DYFI നേതാക്കൾ ഉയർത്തിയതാണ് ഈ ചോദ്യങ്ങൾ പലതും. കേരളത്തിലെ ജനതയ്ക്ക് മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുന്ന മുസ്ലിം ലീഗ് പാർട്ടി ജനങ്ങളോട് മറുപടി പറയണമല്ലോ. അതെന്തുകൊണ്ട് ഇതുവരെയും സംഭവിക്കുന്നില്ല? ബുജൈറിൻ്റെ അറസ്റ്റോടെ ലീഗ് ബേജാറിലായോ എന്നാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: CPIM നേതാവ് SK സജീഷ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ A. സജീവൻ, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് N. ലാൽകുമാർ എന്നിവർ. ഏറ്റവും ആദ്യം SK സജീഷ്, ഇപ്പോൾ പി.കെ. ബുജൈർ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഉയർന്ന ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇത് പല മാധ്യമങ്ങളിലും ഉയരുമെന്ന് പ്രതീക്ഷിച്ച ചോദ്യങ്ങളാണ്. മുൻപ് ഇത്തരം കേസുകളൊക്കെ വരുമ്പോൾ വലിയ ആവേശത്തോടു കൂടി മാധ്യമങ്ങൾ ചർച്ച ചെയ്ത അതേ രീതിയിലുള്ള കേസാണ്. അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ആ ആത്മാർത്ഥത, അന്ന് ചോദ്യം ഉയർത്തിയ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളൊക്കെ ഉയർത്തിയ ആ ആത്മാർത്ഥത ഇപ്പോൾ പരിശോധിക്കപ്പെടുകയാണ്. അത് ആത്മാർത്ഥമായ ചോദ്യങ്ങളായിരുന്നോ എന്നൊക്കെ. എന്തുകൊണ്ടാണ് CPIM ഇപ്പോൾ ഈ കേസിനെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള പി.കെ. ഫിറോസിനെ പോലുള്ളവർ ഉയർത്താത്ത ചോദ്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ അനുസ്മരിക്കുന്നത്? എന്തുകൊണ്ടാണ് SK സജീഷ് ആ ചോദ്യങ്ങൾ ഇവിടെ ഉന്നയിക്കേണ്ടി വരുന്നത്? മറ്റ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചർച്ച ചെയ്യില്ല എന്ന് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു യാഥാർത്ഥ്യമാണ്. ഇത്തരം വിഷയങ്ങളൊന്നും നേരത്തെ അവർ ചർച്ച ചെയ്തിട്ടില്ല. മുസ്ലിം ലീഗിനും കോൺഗ്രസിനും പ്രത്യേകിച്ച് UDF-നും എന്ത് തെറ്റും ചെയ്യാനും എന്ത് നെറുകേടും കാണിക്കാനും കേരളത്തിൽ കഴിയുന്നത് അവർക്ക് കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ പരിലാളനയുടെ ഭാഗമായിട്ടാണ്. എന്തെല്ലാം വിഷയങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ പി.കെ. ഫിറോസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സഹോദരൻ കപ്പലിലല്ല കള്ളൻ, വീട്ടിലാണ് കള്ളൻ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് പുറത്തേക്ക് വന്നു. ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഗൗരവകരമായ ഈ വിഷയം കേരളത്തിലെ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. അവർക്കിതൊരു വാർത്തയേ അല്ല. അവർ ഈ കാര്യങ്ങളൊന്നും സൂചിപ്പിക്കുക പോലും ചെയ്യുന്നില്ല. നേരത്തെയും ഇത് തന്നെയാണ് അനുഭവം. ഗുജറാത്തിലെ ഇരകൾക്ക് വേണ്ടി, ഒരു വംശഹത്യക്കിരയായ ഇരകൾക്ക് വേണ്ടി പണം പിരിക്കുകയും ആ പണം ദുരുപയോഗം ചെയ്തു എന്ന ആക്ഷേപം മുസ്ലിം ലീഗിന് നേരെ വരികയും അതിൻ്റെ ഭാഗമായി KT ജലീൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അന്ന് നിലപാട് സ്വീകരിക്കുകയും ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം നമുക്ക് ഓർമ്മയുണ്ട്. അത് കേരളത്തിൽ ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ചയാക്കിയിട്ടുള്ള വിഷയമാണ്. ഉനാവോയിലെയും കത്തുയിലെയും പീഡിപ്പിക്കപ്പെട്ട ഇരകളുടെ പേര് പറഞ്ഞ് മുസ്ലിം ലീഗ് പണം പിരിച്ചിട്ടുണ്ട്. ആ പണവും പിരിവുമായി ബന്ധപ്പെട്ട വിഷയം കോടതിയിലേക്ക് ഉൾപ്പെടെ എത്തി. ഇവർക്ക് സമൻസ് കോടതി അയക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനെക്കുറിച്ച് ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ. ഇപ്പോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പഞ്ചായത്ത് അംഗം. അത്ര വലിയ അഴിമതി നടത്താൻ പറ്റുന്ന ഒരു പോസ്റ്റാണെന്ന് ആരും കരുതുന്നില്ലല്ലോ. പക്ഷേ 25 കോടി രൂപയുടെ തട്ടിപ്പാണ് പദ്ധതികളുടെ ഭാഗമായി നടത്തിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാരവാഹി പോലുമല്ല. ഇത് കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങളോ മുഖ്യധാരയിലോ ചർച്ചയ്ക്ക് വരുന്നുണ്ടോ? ഇങ്ങനെ നിരവധിയായ കാര്യങ്ങളുണ്ട്. കാസർഗോഡ് 125 കിലോ മയക്കുമരുന്നുമായിട്ടാണ് ലീഗിൻ്റെ ഒരു സജീവ പ്രവർത്തകൻ, അവിടുത്തെ ബാങ്കിൻ്റെ ഡയറക്ടർ കൂടിയായ ആൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ചർച്ചയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിടിക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ പേരോ ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു ചർച്ചയോ കേരളത്തിലെ ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങൾ വന്നതായി നമ്മൾ കണ്ടിട്ടുണ്ടോ? പി.കെ. ഫിറോസിൻ്റെ സഹോദരനുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നു. പക്ഷേ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാകുന്നുണ്ടോ? എവിടെയും തയ്യാറാകുന്നില്ല. അപ്പുറത്ത് കോൺഗ്രസ് ഉണ്ട്.
കോൺഗ്രസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലും വലിയ പരിഗണനയല്ലേ? കേരളം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ സങ്കടകരമായ ദുഃഖകരമായ ഒരു മരണമായിരുന്നില്ലേ വയനാടിലെ DCC ട്രഷററായിരുന്ന ശ്രീ വിജയൻ്റെ ആത്മഹത്യയും അദ്ദേഹത്തിന് സ്വന്തം മകനെ വിഷം കൊടുത്ത് ആത്മഹത്യയിലേക്ക്, കൊലപാതകത്തിലേക്ക് തള്ളിവിടേണ്ടി വന്ന സാഹചര്യവും. ആ കുടുംബത്തെ കോൺഗ്രസ് പറ്റിച്ചിട്ട് ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ? ഇവിടെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയാണ് ഒരു യുവതിയെ സ്വന്തം വീട്ടുമുറ്റത്ത് കുഴിച്ചു മൂടി അതിൻ്റെ മുകളിൽ കോഴിക്കൂടോ ആടും കൂട്ടവും മറ്റോ സ്ഥാപിച്ച് തെളിവെല്ലാം നശിപ്പിച്ച് പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് വെച്ചത് ഈ ഗവൺമെൻറ്റിനെതിരായി സമരം ചെയ്യാൻ വേണ്ടി, പ്രതികളെ പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ആ മാർച്ചിൽ അധ്യക്ഷനായി വരേണ്ട ആളാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി. പിന്നീട് പോലീസിനാൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഈ നാട്ടിലുള്ള ആർക്കെങ്കിലും അറിയാമോ? ഏതെങ്കിലും മാധ്യമം അത് ചർച്ച ചെയ്തിട്ടുണ്ടോ? എന്തെല്ലാം നെറുകേടുകളുണ്ട്. തിരുവനന്തപുരത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ആനാട് ശശിയുടെ കാര്യം, ആ ആനാട് ശശിയുടെ പേരിൽ ഇന്നിപ്പോൾ അവിടെ അനുസ്മരണ സമ്മേളനം നടക്കുകയാണ്. CPM ആണ് അത് നടത്തുന്നത്. മലയാള മനോരമയുടെ പ്രാദേശിക ലേഖകൻ എന്നാണ് നമ്മൾ അറിയുന്നത്. അവിടെ ആ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഇതൊക്കെ വരുമ്പോൾ ചോദ്യം ഉയരുന്നത് ഇതാണ്. ഈ PK ഫിറോസൊക്കെ അന്ന് നടത്തിയ വലിയ സമ്മേളനങ്ങളും പ്രതിഷേധങ്ങളും വലിയ പ്രസ്താവനകളും ഒക്കെ ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത് CPIM? ഞാൻ പറഞ്ഞു വന്ന അതാണ്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച അവസാനത്തെ വിഷയം ഉൾപ്പെടെ മനോരമയുടെ മാധ്യമ പ്രവർത്തകനാണ് എന്ന് മനോരമ പോലും പറയാൻ തയ്യാറാകുന്നില്ല. കോൺഗ്രസിൻ്റെ ഒരു സഹകരണ സംഘത്തിൽ തൻ്റെ പണം നഷ്ടപ്പെട്ടിട്ടാണ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്ന സാഹചര്യം പറയുന്നില്ല. ഇവിടെ നടന്ന കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, ജീവൻ നഷ്ടപ്പെടലുകൾ ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെ ഭാഗത്തു നിന്നാണ്. ഇതൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയാണ് കാണിക്കുന്നത് എന്നതുകൂടി കാണേണ്ടതുണ്ട്. താങ്കൾ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ഇവിടെ എന്തുകൊണ്ട് ഇവർക്കിത് കഴിയുന്നു? ഇവർ ഇപ്പോൾ PK ഫിറോസ് തന്നെ പറഞ്ഞത് കള്ളൻ കപ്പലിലാണ് എന്ന പ്രചരണമാണ് നടത്താൻ വേണ്ടി ശ്രമിച്ചത്. അവിടെയാണ് കള്ളൻ കപ്പലിലല്ല സ്വന്തം വീട്ടിലാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഇവർക്കെല്ലാം വലിയ പരിലാളനയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, രാഷ്ട്രീയ പ്രവർത്തനത്തെ തന്നെ തെറ്റായൊരു വഴിയിലേക്ക് ഈ നേതൃത്വം PK ഫിറോസും അപ്പുറത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള ആളുകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മാന്യമായി വസ്തുതാപരമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുകയും അത് ശരിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ശരിയായ രാഷ്ട്രീയ പ്രവർത്തനമല്ല ഈ കൂട്ടർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാനും അതിന് റീൽസിലൂടെയും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളിലൂടെയും എല്ലാം നവമാധ്യമങ്ങളിലൂടെയും എല്ലാം സ്വന്തം മ്യൂസിക് ഇട്ട് സ്വന്തം നടത്തവും സ്വന്തം ഇടപെടലുകളുമെല്ലാം പ്രചരിപ്പിക്കുന്ന ഒരു പുതിയ രീതി. മാധ്യമങ്ങൾ ഇവർ ആഹ്വാനം ചെയ്യുന്ന കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. ഇവർക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവർ ഒരു ശരിയാണ് എന്ന് ധരിപ്പിക്കുന്ന രീതിയിൽ സമൂഹത്തിൽ ഇവർക്ക് അംഗീകാരം ലഭിക്കാൻ കഴിയുന്ന രീതിയിൽ വലതുപക്ഷ മാധ്യമങ്ങളാകെ ഇവർക്ക് വേണ്ടി ക്യാമറകൾ നിരത്തി കൊടുക്കുന്നു. ഇതെല്ലാമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യങ്ങൾ തിരിച്ചറിയണം. എത്ര കൊടും പാതകങ്ങളാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്ന്. അപ്പുറത്ത് ഒരു MLA ആണല്ലോ ലീഗിൻ്റെ ജയിലിൽ കിടക്കേണ്ടി വരുന്നത്, കമറുദ്ദീൻ MLA. ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് എത്ര ജനങ്ങളുടെ സാധാരണക്കാരൻ്റെ കണ്ണീരാണ്. അവരുടെ മക്കളുടെ വിവാഹത്തിന് വേണ്ടി വെച്ച പണമല്ലേ തട്ടിയെടുത്തത്. ഇതൊക്കെ ലീഗിനല്ലാതെ കോൺഗ്രസിനല്ലാതെ UDFനല്ലാതെ ആർക്കാണ് ഈ രാജ്യത്ത് തന്നെ ചെയ്യാൻ വേണ്ടി കഴിയുക? ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിനല്ലാതെ. എന്നിട്ട് അവർക്ക് അനുകൂലമായ എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കുക. അവർ ചെയ്യുന്ന ഈ നെറുകേടുകൾ പുറം ലോകം അറിയാതിരിക്കാനുള്ള ഒരു കവചം ഒരുക്കി കൊടുക്കുക. ഇതല്ലേ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ചെയ്യുന്നത്? അതിലേക്ക് വരാം സജീഷ്, ഞാൻ വരാം. അതാണ് ചോദ്യം ആയി ഇപ്പോൾ ഉയരുന്നത്. സജീഷ് പറഞ്ഞ ആ രീതിയിലുള്ള ചർച്ച ഇവിടെ നടക്കുന്നില്ല എന്ന് മാത്രമല്ല, എന്നാൽ മറുവശത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ മറുവശത്തുണ്ടോ എന്ന് തന്നെയാണ് ഇപ്പോഴും അന്വേഷിച്ച് ചർച്ചകൾ നടക്കുന്നത് എന്നാണ്. ലാൽകുമാറിലേക്ക് വരുന്നതിന് മുമ്പ് സജീവൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ സജീവൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ പ്രത്യേകിച്ച് ഉറ്റുനോക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ് താങ്കൾ. ഇത് നോക്കൂ, PK ഫിറോസ് എന്ന യുവ രാഷ്ട്രീയ നേതാവ്, യുവ ലീഗ് നേതാവ് എങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം. ഇദ്ദേഹം
CPM-ന്റെ ഭാഗത്തോ ഇടതുപക്ഷത്തോ ഉണ്ടാകുന്ന ചെറിയ വീഴ്ചകൾ പോലും ചൂണ്ടിക്കാട്ടുകയും അത് ഒരുപക്ഷെ വീഴ്ചകളല്ലാത്ത കാര്യങ്ങളെപ്പോലും വേണ്ട രീതിയിൽ അവർക്ക് വേണ്ട രീതിയിൽ പ്രചരണം നടത്തി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ പലരും കാണിക്കാത്ത താല്പര്യം ഈ PK ഫിറോസ് നമ്മൾ പല ഘട്ടങ്ങളിലും കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിണറായി വിജയൻ്റെയോ കോടിയേരി ബാലകൃഷ്ണൻ്റെയോ ഒക്കെ കാര്യത്തിൽ ബന്ധുക്കളുടെ വീഴ്ചകൾ അവരുടെ പേരിലുണ്ടാകുന്ന കേസുകൾ പോലും എടുത്ത് അത് അവർ പോലും ഉത്തരവാദിയാണ്, അവർക്ക് കൂടി അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്, ആ പ്രസ്ഥാനത്തിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ വീഡിയോ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അത് മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് PK ബുജൈർ, PK ഫിറോസിൻ്റെ അനുജൻ ഇപ്പോൾ ഒരു കേസിൽ പ്രതിയാകുന്നത്. PK ഫിറോസ് ഇപ്പോൾ ഒരു ദിവസം നടത്തിയ പ്രസ്താവനയ്ക്കപ്പുറം ഒന്നും പറയുന്നില്ല, ആ പാർട്ടി ഒന്നും മിണ്ടുന്നില്ല, ആ പാർട്ടിയുടെ അധ്യക്ഷൻ ഒന്നും പറയുന്നില്ല എന്നത് എങ്ങനെയാണ് കാണേണ്ടത്? ശ്രീ എ സജീവൻ. PK ഫിറോസ് തന്റെ അനുജൻ കേസിൽ പ്രതിയായപ്പോൾ, അതും ചെറിയ കേസൊന്നുമല്ലല്ലോ, ഈ അങ്ങനെ കേസിൽ പ്രതിയായ സമയത്ത് നടത്തിയിട്ടുള്ള ആദ്യത്തെ പ്രസ്താവന, താങ്കൾ പറഞ്ഞ പോലെ ഒരു പ്രസ്താവനയെ നടത്തിയിട്ടുള്ളൂ, പിന്നീട് മൗനം പാലിക്കുകയാണ് ചെയ്തത്. അപ്പൊ ആ പ്രസ്താവന മാത്രം എടുത്തു വെക്കാം. അദ്ദേഹം പറഞ്ഞത്, ഞാൻ വേറൊരു വ്യക്തിയാണ്, എൻ്റെ സഹോദരൻ മറ്റൊരു വ്യക്തിയാണ്, എൻ്റെ സഹോദരൻ ചെയ്യുന്ന തെറ്റുകൾക്ക് ഞാൻ ഉത്തരവാദിയല്ല എന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് വേണമെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടൊരു നീതിയായിട്ട് എടുക്കാം. കാരണം ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റിന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ഒരിക്കൽ പോലും കുറ്റപ്പെടുത്താനോ അവരെ വേട്ടയാടാനോ ദൂഷിക്കാനോ പാടില്ല. ഇത് സാധാരണ രീതിയിൽ അതേ രീതിയിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് പറഞ്ഞതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഫിറോസ് പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാം. പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ അതാണോ PK ഫിറോസ് മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ളതെന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. PK ഫിറോസ് ഈ 2021 ഈ പിണറായി സർക്കാരിന് ശേഷം, പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ മാത്രം എടുത്തു നോക്കിയാൽ പോലും എന്തെല്ലാം തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും വീട്ടിലേക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്കും ഒക്കെയുള്ള ക്രൂരമായ ആരോപണങ്ങളാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അതിന്റെ ഭാഗമായിട്ടുണ്ടാകാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നേരിട്ട് മുഖ്യമന്ത്രിയാണ് ഇതെല്ലാം ചെയ്തത് എന്ന രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ, അതൊരു 2 സ്ഥാപനങ്ങൾ തമ്മിലുള്ള കരാറാണ്, അത് ശരിയായിരുന്നോ, അത് വേണ്ട രൂപത്തിലായിരുന്നോ, അധികമായിട്ട് കാശ് കൊടുത്തിട്ടുണ്ടോ, അതിന് നിയമവശങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. 2 സ്ഥാപനങ്ങൾ തമ്മിൽ വളരെ കൃത്യമായിട്ട് സുതാര്യമായിട്ട് ചെയ്ത് നടത്തിയിട്ടുള്ള കരാറ്, അതിന്റെ നിയമസാധുതയും അതിലെ കൂടുതൽ കാശ് കൊടുത്തിട്ടുണ്ടോ, ഇത്ര ലക്ഷം കൊടുക്കേണ്ടതുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലം കൊടുക്കേണ്ടതുണ്ടോ, അതൊക്കെ കണ്ടെത്തേണ്ട കാര്യങ്ങൾ, അത് കോടതി തീർപ്പ് കൽപ്പിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ എന്തെല്ലാമാണ് ചെയ്തിട്ടുള്ളത്, അതൊക്കെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ചെയ്തത് എന്ന രൂപത്തിലേക്ക് വന്നു. അതിനേക്കാളൊക്കെ അപ്പുറത്ത് കാണേണ്ടത് കുറെ കൂടി ക്രൂരമായ രൂപത്തിലുള്ള വേട്ടയാടൽ നടന്നിട്ടുള്ളത് ബിനീഷിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, കോടിയേരി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം സാധാരണ രീതിയിൽ ഒരു അവസ്ഥയിലാണെങ്കിൽ കുഴപ്പമില്ല, അദ്ദേഹം അസുഖബാധിതനായിട്ട്, അതും കടുത്ത രോഗത്തിന്റെ പിടിയിലായിട്ട് നിൽക്കുന്ന ഘട്ടത്തിലാണ് ബിനീഷിനെതിരെയുള്ള ഈ പ്രശ്നങ്ങൾ, അത് മൊത്തമായിട്ട് കുടുംബത്തെ മുഴുവൻ, പാർട്ടിയെയും നേതാവിനെയും ഒക്കെ അപഹസിക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തിന്റെ കാര്യങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്ന. അപ്പോഴൊന്നും ഈ വ്യക്തിയാണ്, 2 വ്യക്തികൾ പ്രായപൂർത്തിയായിട്ടുള്ള വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾക്ക് അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ ചെയ്തതോ ചെയ്യാത്തതോ ആയിട്ടില്ല. ഇപ്പം ബിനീഷുകാരൻ നമുക്കറിയാം അവസാനം എന്ത് സംഭവിച്ചുള്ള കാര്യം. ഈ ബാക്കിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത്, ബിരിയാണി ചെമ്പും കാരക്കയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എവിടെ എത്തി എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ വേട്ടയാടുമ്പോൾ, തങ്ങളുടെ എതിരാളിയെ വേട്ടയാടുമ്പോൾ ഒരു നീതിയും ന്യായവും നോക്കാതിരിക്കുകയും പിന്നീട് താനുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ തരത്തിൽ 2 വ്യക്തിത്വങ്ങളാണ്, ഒരു വ്യക്തിത്വം ചെയ്യുന്ന കാര്യത്തിന് മറ്റൊരു വ്യക്തിത്വം ഉത്തരവാദിയല്ല എന്നുള്ളതൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. ഇവിടെയുള്ള പ്രശ്നം, ഇത് വളരെ ഗുരുതരമായ കുറെ പ്രശ്നങ്ങളുണ്ട്, സാധാരണ കാര്യം പോലല്ല. അപ്പൊ അങ്ങനെ ഉണ്ട് എങ്കിൽ
ഇത്തരം തെറ്റുകൾ ചെയ്യുമ്പോൾ ഇതൊരു വലിയ ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ ഒഫൻസ് ആണ്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കേണ്ട ചുമതല കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തകൻ അതുണ്ട്. അത് ചെയ്തിരുന്നോ ഇല്ലയോ, താൻ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ, ഇതൊക്കെ ജനങ്ങളുടെ മുമ്പാകെ പറയാനുള്ള ബാധ്യതയുണ്ട്. അല്ലാതെ ഒരു പ്രസ്താവന നടത്തി പിറകോട്ട് പോകുക എന്നൊരവസ്ഥ തീരെ ശരിയല്ല. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും ചെയ്യേണ്ടതാണ്. എന്താണ് അവർക്ക് പറയാനുള്ളത്, അവർക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് പറയേണ്ടതുണ്ട്. കാരണം ഇതൊക്കെ പൊതുപ്രവർത്തകരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പൊതുപ്രവർത്തകനോ അവരുടെ പ്രസ്ഥാനത്തിനോ ഒക്കെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ന്യായീകരണങ്ങൾ ഉണ്ടെങ്കിൽ പറയാനുള്ള അവസരം ഉണ്ടാകും. അതവരുടെ അവകാശമാണ്, അതവരുടെ കടമ കൂടിയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊന്നും ഇവിടെ നടപ്പായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. യെസ്, ഞാൻ വരാം സജീവൻ. ഞാൻ ലാൽകുമാർ, നോക്കൂ, താങ്കൾ ഒരു അഭിഭാഷകൻ കൂടിയാണ്, രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളാണ്. നോക്കൂ, PK ഫിറോസ് ഈ കാര്യത്തിൽ ഏതറ്റം വരെ സമൂഹത്തിൻ്റെ ഓഡിറ്റിങ്ങിന് വിധേയമാകണം, അദ്ദേഹം തന്നെ കൊണ്ടുവന്ന് വച്ചിട്ടുള്ള അതേ മാനദണ്ഡങ്ങൾ വെച്ച് ഏതൊക്കെ പ്രതിഷേധങ്ങൾ ഈ ഘട്ടത്തിൽ നേരിടേണ്ടതുണ്ട്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ അണികൾ, അദ്ദേഹത്തിൻ്റെ യുവജന പ്രസ്ഥാനത്തിലെ അണികൾ, അദ്ദേഹം പഠിപ്പിച്ച അതേ മാർഗങ്ങൾ, ഏത് രീതിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തണം, ഏതൊക്കെ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് അവർ ഈ ഘട്ടത്തിൽ പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ താങ്കളിൽ നിന്ന് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ആഗ്രഹിക്കുന്നത്. നോക്കൂ, അദ്ദേഹത്തിൻ്റെ അനിയൻ ഏതൊക്കെ തരത്തിലുള്ള ഇടപാടുകൾ ഈ മയക്കുമരുന്ന് ഏജൻറ്റുമായി നടത്തിയിട്ടുണ്ടാകണം, അദ്ദേഹത്തിൻ്റെ ഫോൺ പരിശോധിച്ച് അതിനകത്ത് നിന്ന് കിട്ടുന്ന സന്ദേശങ്ങൾ ഇവിടെ വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ആ ഫോൺ ഇതുവരെ പരിശോധിക്കാൻ പറ്റിയിട്ടില്ല, അതിൻ്റെ പാസ്വേഡ് അത് ഈ പറയുന്ന PK ബുജയർ നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നടന്നു കഴിഞ്ഞാൽ ഏതൊക്കെ അറ്റങ്ങളിലേക്ക് ഈ അന്വേഷണം പോകും, അതിനൊക്കെ ഏതൊക്കെ തരത്തിലുള്ള സാമ്പത്തിക ലാഭം ഉൾപ്പെടെ ഈ നേതാക്കൾ പോലും അതിൻ്റെ ഭാഗമായി നിന്നിട്ടുണ്ടാകുമെന്ന് നമ്മൾ അനുമാനിക്കേണ്ടേ മുൻപ് PK ഫിറോസ് പറഞ്ഞ കാര്യങ്ങൾ നോക്കുമ്പോൾ? ഇവിടെ താങ്കൾ സൂചിപ്പിച്ച കാര്യത്തിലെ ഏറ്റവും പ്രസക്തമായ കാര്യം ഞാൻ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പിടിക്കപ്പെട്ട പ്രതിയുടെ ആ ഫോണുമായി ബന്ധപ്പെട്ട ആക്സസ്സാണ്. ആ ഫോണുമായി ബന്ധപ്പെട്ട ആക്സസ് കിട്ടുമ്പോൾ മാത്രമേ എത്രമാത്രം പൊളിറ്റിക്കലി അദ്ദേഹം യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം മറ്റാൾക്കാരുടെ എത്ര ഏജൻ്റായിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാണെങ്കിൽ അത് കിട്ടണം. എനിക്ക് തോന്നുന്നു സാധാരണ സുതാര്യമായ ഒരു അവസ്ഥയാണ് അതിനുള്ളതെങ്കിൽ, സാധാരണ എൻ്റെ ഫോണോ അല്ലെങ്കിൽ താങ്കളുടെ ഫോണോ ഒക്കെയുള്ള രീതിയിലൊരു നോർമൽ ഫോണാണ് എങ്കിൽ ഈ പാസ്വേഡ് പോലും ഇടാറില്ല നമ്മൾ. പക്ഷേ ഈ പാസ്വേഡ് ഇട്ടിട്ട് അത് പോലീസ് ചോദിച്ചിട്ട് പോലും കൊടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ അതിനകത്ത് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. അദ്ദേഹത്തിനെ പോലൊരാൾ, ഈ പ്രതി, ഒരു സംസ്ഥാനത്തെ രാഷ്ട്രീയം, വലിയ രീതിയിൽ രാഷ്ട്രീയം പറയുന്ന ഒരാളുടെ സഹോദരൻ കൂടി ആകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രശ്നത്തിൻ്റെ ഡെപ്ത് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ സം ആൻഡ് സബ്സ്റ്റൻസ്. അതിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാനൊന്നും പറ്റില്ല. ഫോൺ എന്തായാലും ബ്രേക്ക് ചെയ്യും. എനിക്ക് തോന്നുന്നു ഈ ആപ്പിൾ ഫോണോ വല്ലതും ആയിരിക്കാം, അതുകൊണ്ടാണ് ഇപ്പം ഈ പാസ്വേഡ് കൊടുക്കാത്തപ്പോഴും കയറാൻ പറ്റാത്തതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഫോറൻസിക്കിലൊക്കെ വിട്ട് ഈ സാധനം കിട്ടും. ഇത് ബ്രേക്ക് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ട് പറ്റും, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ആ പറയുന്ന ആക്സസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ചേഞ്ച് ദ പൊളിറ്റിക്കൽ ഡൈനാമിക്സ് ഓഫ് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ UDF. എനിക്കതിനകത്തൊരു സംശയമില്ല. നമ്മളതിനെ അങ്ങനെ തന്നെ കാണേണ്ടതായിട്ടുണ്ട്. നോക്കൂ, ഒരു ആൾ, പ്രതിയാക്കപ്പെട്ട ആൾ, അയാൾ തന്നെ പറയുകയാണ് പാസ്വേഡ് തരില്ല. എന്തുകൊണ്ട് പാസ്വേഡ് തരില്ല? അപ്പോൾ ഇതിനകത്തൊരു വലിയ, ഇയാളൊരു ഉപയോഗിക്കുന്ന ആൾ മാത്രമൊന്നുമല്ല, ഈ ചെയിനകത്തെ ഒരു വലിയ ആളായിട്ട് വേണം കണക്കാക്കാൻ. അങ്ങനെ ചെയിനകത്ത് വലിയ ആളായിട്ട് ഫങ്ഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ചെയിനിനെക്കുറിച്ച് ഫിറോസിനെ പോലൊരാൾ അറിഞ്ഞില്ല എങ്കിൽ, നോക്കൂ, ഒരാളിപ്പം മദ്യപിക്കുന്നു, നിങ്ങളുടെ സഹോദരൻ മദ്യപിച്ചത് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. അല്ലെങ്കിൽ അദ്ദേഹം ഒരു ദിവസം ഏതെങ്കിലും ഒരു ലഹരി വസ്തു ഉപയോഗിച്ചു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് വേണം വിചാരിക്കാം. പക്ഷേ അതിൻ്റെ ഒരു ശൃംഖലയുടെ ആളാണെങ്കിൽ, ഞാൻ ആണെങ്കിൽ എന്നേ പറയുന്നുള്ളൂ, ആണെങ്കിൽ അതിനകത്ത് അറിഞ്ഞില്ല എന്ന ഒരു വാദം ഒരു രാഷ്ട്രീയക്കാരിൽ നിന്ന് വരുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല.
ഒരു സംശയവും അത് വിശ്വസിക്കാൻ കഴിയില്ല. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ലീഗലി ഇതിനകത്ത് ലയബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാര്യം ഏതെങ്കിലും ഒരു ക്രിമിനൽ ഒഫൻസ് ഒരാൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഒഫൻസിൻ്റെ ലയബിലിറ്റി ഉള്ളത് ഈ ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ്. പക്ഷേ അദ്ദേഹം കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒഫൻസുകൾ അതിൻ്റെ ബെനിഫിഷ്യറി ഇവരൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, ലീഗലി ആൾക്കാരായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗൗരവം അതിഗൗരവമാക്കും. അത് നിയമ വിദഗ്ധൻ കൂടിയായ ലാൽകുമാർ പറയുന്നതാണ്. പക്ഷേ രാഷ്ട്രീയമായി നിരീക്ഷിക്കുന്ന ലാൽകുമാർ നോക്കൂ, PK ഫിറോസ് മുൻപ് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ഈ നിയമവശങ്ങൾ മാത്രമല്ലല്ലോ, ഇതുപോലുള്ള കേസുകൾ രാഷ്ട്രീയക്കാർക്കെതിരെ വന്നപ്പോൾ എന്താ നമ്മൾ കണ്ടത്? അതെ, അതാണ് അത് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ ആ പറഞ്ഞതിനകത്ത് ഫിറോസിനെ ഒഴിവാക്കി വിട്ടതല്ല. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ക്ലിയറാണ്. ഞാൻ പറഞ്ഞ ലീഗൽ ലയബിലിറ്റി കൊടുക്കുന്നത് കോടതിയാണ്, അല്ലെങ്കിൽ ലോയാണ്, ലോ വഴി വരുന്നതാണ്. അതിനകത്ത് അദ്ദേഹത്തിന് ലയബിലിറ്റി ഉണ്ടാകണമെന്നില്ല. പക്ഷേ പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ പൊളിറ്റിക്കൽ മൊറാലിറ്റി നമ്മൾ മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെട്ട് ഇയാളും കൂടെ രാജിവെക്കണം, മുഖ്യമന്ത്രി രാജിവെക്കണം, കോടിയേരി ബാലകൃഷ്ണൻ രാജിവെക്കണം, ലോകത്തുള്ളവരെല്ലാം രാജിവെക്കണം എന്ന വാദം യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത് ആരെന്നുള്ളതാണ്. സത്യത്തിൽ കോൺഗ്രസ് കൊണ്ടുവന്നതിനേക്കാട്ടിലും കൂടുതൽ ഈ വിഷയം ഗൗരവത്തിൽ ലീഗാണ് മുന്നോട്ടെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. പല ഘട്ടത്തിലും നിങ്ങൾക്ക് മനസ്സിലാവും, ലീഗ് അണികളാണെങ്കിലും ലീഗിൻ്റെ ആൾക്കാരാണെങ്കിലും ഇതിന് സൈബർ വലിയ രീതിയിൽ അഴിമതിക്കാരാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. നോക്കൂ, ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട വിഷയം. ബിനീഷ് കോടിയേരിയെ കർണാടകത്തിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. കോടിയേരി ബാലകൃഷ്ണൻ അന്ന് പറഞ്ഞത് എന്താണ്? അന്ന് പാർട്ടി സെക്രട്ടറിയായിട്ടെന്ന് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കൂ. പക്ഷേ അയാൾ തെറ്റുകാരനായിരുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെ ഫ്രെയിം ചെയ്തതാണെന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ആ കേസിൽ അക്വിറ്റൽ ഉണ്ടായി, അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഭരണകൂടം, ഇപ്പോൾ BJP പോലുള്ള ഭരണകൂടം, ഈ പറയുന്ന എല്ലാ ഏജൻസികളും, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അല്ല, ലോകത്തുള്ള ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവരുടെ ഒരു ഫിംഗർ ടിപ്പിൽ നിൽക്കുന്ന ഒരു അവസരത്തിൽ ആരെ വേണമെങ്കിൽ ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് ഈ പറയുന്ന ലീഗും ബാക്കിയുള്ളവരും ആലോചിച്ചില്ല. അപ്പോൾ അവർ ചിന്തിച്ചത് എന്താ? അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ആക്രമിക്കുക, പരമാവധി ആക്രമിച്ച് അധികാരം പിടിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അന്ന് പിണറായി വിജയനെയും അല്ലെങ്കിൽ CPIഎമ്മിനെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും വളരെ ബാക്ക് ഫുട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കൊണ്ട് മാത്രം ഇവർ പറഞ്ഞ രാഷ്ട്രീയം വളരെ ശക്തമായി ഇവർ മുന്നോട്ട് വെച്ചു. നോക്കൂ, മാത്യു കുഴൽനാടനൊക്കെ ഇപ്പോൾ EDയുടെ പുറകെ നടക്കുകയാണ്, അല്ലേ? മാത്യു EDയുടെ പുറകെ നടക്കുകയാണ്. രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഈ പറയുന്ന സോണിയാഗാന്ധി ഇവരൊക്കെ പുറകെ നടക്കുക. ഇവർ തന്നെ കുഴിച്ച കുഴിയല്ലേ ഇത്? നമ്മൾ കുഴിച്ച കുഴിയാണോ? അത് താങ്കൾ ചോദിച്ചതുപോലെ ആരാണിത് ഈ രീതിയിൽ ഡിഫൈൻ ചെയ്തത്? ഈ രീതിയിൽ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്? ഒരു ഉദാഹരണം, ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവരിലേക്ക് നിങ്ങൾ അട്രിബ്യൂട്ട് ചെയ്ത് അയാളുടെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കത്തക്ക രീതിയിലുള്ള ഇടപെടലല്ലേ നിങ്ങൾ ഇത്ര കാലം നടത്തിയത് ഈ സംസ്ഥാനത്ത്? അതിനകത്തെ ധാർമ്മികത എന്താണ്? എന്തർത്ഥത്തിലാണ് നിങ്ങളത് ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോൾ അങ്ങനെ വരുമ്പം അതാണ് നിങ്ങളുടെ ഡെഫിനിഷനെങ്കിൽ, പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു വലിയ സ്പിയറിൻ്റെ അല്ലെങ്കിൽ വലിയൊരു ആശയത്തിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ അതാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ, ഇന്നലെ ഒരു കാര്യം ഡിഫൈൻ ചെയ്യുകയും ഇന്ന് നിങ്ങൾക്കെതിരെ ഒരു കാര്യം വരുമ്പം എന്നെ കൈ കഴുകി, ഞാൻ ഗംഗാജലത്തിൽ കൈ കഴുകി എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റില്ല. അത് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഇതിനകത്ത് വളരെ ജാഗ്രതയോടുകൂടി ഈ വിഷയം, ഒരു കാര്യം കൂടെ പറയട്ടെ, അത് കഴിഞ്ഞിട്ട് മതി. കാര്യം മാധ്യമപ്രവർത്തകൻ, താങ്കളും ഒരു മാധ്യമപ്രവർത്തനം കൂടെയാണല്ലോ, നിങ്ങളെന്നും എനിക്ക് വിശ്വാസമില്ല, അതുകൊണ്ടായി പറയുന്നത്. ഈ പറയുന്ന മാധ്യമപ്രവർത്തകർ കുറേ നാളുകളായി നടത്തുന്നൊരു കാര്യം, വലതുപക്ഷത്തിനെതിരെ വരുന്നൊരു വിഷയമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാതെ ഇരിക്കുക. അത് മുസ്ലിം ലീഗോ മറ്റേതൊക്കെ ആണെങ്കിൽ ഒരു ദിവസം പേരിന് എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു എന്ന് വരികയും ബാക്കിയുള്ളത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് അതൊരു ഉദാഹരണമുണ്ട്. കരുവന്നൂർ എന്ന് പറയുന്ന ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നടത്തിയ ചർച്ച, അതിന് കൊടുത്ത എയർ ടൈം എത്രയാണ്? വലതുപക്ഷ മാധ്യമങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ്. അതേ സ്ഥാനത്ത് ഇന്ന് ഇപ്പോൾ DYFIയും CPIഎമ്മും എല്ലാം കൂടെ ചേർന്നൊരു സമരം ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്ത്, അല്ലേ? താങ്കളുടെ വാർത്തയിൽ കൂടെ വന്നതാണ്. ഈ ഇരട്ടത്താപ്പ് ഈ വിഷയങ്ങളിലൂടെ ചേർന്ന് നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മറക്കരുത്. ജനങ്ങളത് അറിയണം. നമ്മുടെ ഫ്ലോറിലൂടെ എല്ലാ ജനങ്ങളിലേക്കും എത്തും എന്നുള്ളതല്ല, എത്തുന്നിടത്തോളം എത്തട്ടെ. അത് പ്രസക്തമായ ഒരു കാര്യമാണ്. പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഉള്ളതാണ് മീഡിയ മൊറാലിറ്റി. മാധ്യമപ്രവർത്തകരുടെ മൊറാലിറ്റി മൊത്തം നശിച്ച് ഇവർ പണിയെടുക്കുന്നത് മൊത്തം കോൺഗ്രസിന് വേണ്ടിയാകുന്നു. സർക്കാരിനെ എതിർക്കുന്നു എന്ന് പറയുന്ന പൊസിഷൻ ഓക്കെയാണ്, സർക്കാരിനെ എതിർക്കുന്ന തെറ്റൊന്നുമില്ല, വിമർശനങ്ങൾ വരണം. പക്ഷെ അത് മുഖ്യമന്ത്രി പോലും പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യമാണ്. പക്ഷെ അതല്ല, നിങ്ങൾ സർക്കാരിനെതിരെ പണി ചെയ്യുന്നതും നിങ്ങൾ സർക്കാരിനെതിരെ കോൺഗ്രസിന് വേണ്ടി പണി ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. ഈ സംസ്ഥാനത്ത് കുറേ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന് വേണ്ടി പണി ചെയ്യുന്നു എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകർ ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം വലിയ ഗൗരവത്തിൽ
ചർച്ച ചെയ്യാതെ ഒരു ദിവസത്തെ ഒരു വിഷയമായി മാറിപ്പോയത് അതിൽ കൂടുതൽ ഗൗരവം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. ശരി, അത് സജീവൻ കൂടി അടുത്ത ഘട്ടത്തിൽ അത് എന്നോട് പ്രതികരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ എസ് കെ സജീഷ്, നോക്കൂ, ഇപ്പോൾ ലാൽകുമാർ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പി കെ ഫിറോസിൻ്റെ മേലേക്ക് എങ്ങനെയാണ് ഈ പറയുന്ന നിർവചനങ്ങളൊക്കെ ഇപ്പോൾ തിരിഞ്ഞു കുത്തുന്നത് എന്നതാണ്. അവിടെ പി കെ ഫിറോസിന് മാത്രമല്ല, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ നേതൃത്വത്തിനുൾപ്പെടെ ഒരുപക്ഷെ പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ളവർ മറുപടി പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. കാരണം അന്ന് അവർ പി കെ ഫിറോസ് പറഞ്ഞതിനെ അംഗീകരിച്ചവരാണ്, അവർ അതിന് കൈയടിച്ചവരാണ്, അതിന് നടപടിയെടുക്കാത്തവരാണ്. ആ പാർട്ടിയുടെ നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം ഒക്കെ എങ്ങനെയാണ് ഇത്തരം സമരങ്ങളെ കണ്ടത് എന്നുള്ളത് ഇന്ന് അവർ മറുപടി പറയാൻ കാരണമായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. പി കെ ബുജൈർ എന്ന് പറയുന്ന പി കെ ഫിറോസിൻ്റെ അനിയൻ ഇങ്ങനൊരു കേസിൽ പ്രതിയായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് അന്വേഷണം പോകേണ്ട ഒരു വലിയ ഗൗരവം ഈ കേസിനുണ്ടെങ്കിൽ അതിനോടൊപ്പം ഇന്ന് വന്ന മറ്റൊരു വാർത്ത കൂടി ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. വയനാട്ടിലെ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ടതായി ഇപ്പോൾ മുസ്ലിം ലീഗ് ദുരിതാശ്വാസ പ്രവർത്തകരിൽ ചിലർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന വീടുകൾക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള ഭൂമിയുടെ തരം മാറിയതുൾപ്പെടെ അതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പുൾപ്പെടെ തോട്ടം വാങ്ങിയിട്ട് അവിടെ ചിലവാക്കിയിട്ടുള്ള പണം എത്രയാണ് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ പി കെ ഫിറോസ് മാത്രമല്ല, പാർട്ടിയുടെ നേതൃത്വം പോലും മറുപടി പറയേണ്ട കാര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. സജീഷ്, യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണ്? അതിൽ നമ്മൾ കഴിഞ്ഞ UDF ഗവൺമെൻറ് അവസാന കാലഘട്ടത്തിൽ അന്നത്തെ KPCC പ്രസിഡൻ്റായിരുന്ന ശ്രീ VM സുധീരൻ പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ നടക്കുന്നത് തീവെട്ടി കൊള്ളയാണ്, അതുപോലെ തന്നെ കടും വെട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ ലീഗും കോൺഗ്രസും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം? ഭരണത്തിൻ്റെ തണലിൽ തീവെട്ടിക്കൊള്ളയും അതുപോലെ തന്നെ കടുംവെട്ടും നടത്തി മുന്നോട്ട് പോകുന്നവരായിരുന്നു അവർ. അവർക്ക് ജനങ്ങളുടെ വികസനം പ്രശ്നമായിരുന്നില്ല, ജനങ്ങളുടെ ക്ഷേമം പ്രശ്നമായിരുന്നില്ല, കേരളത്തിൻ്റെ പൊതുവായ വികസനം അവർ ഏറ്റെടുത്തിട്ടില്ല, കുട്ടികൾക്കുള്ള പാഠപുസ്തകം കൊടുത്തിട്ടില്ല, വൈദ്യുതി ഇല്ലായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഭരിക്കുക എന്നുള്ളതല്ല, തീവെട്ടി കൊള്ള നടത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അത് നടക്കാതെ പോയപ്പോൾ അവരിലേക്ക് വരുന്ന ഏത് പണവും എന്താണ് എന്ന് പോലും ആലോചിക്കാതെ അതിൽ നിന്നും തങ്ങൾക്ക് എന്തെങ്കിലും അടിച്ചു മാറ്റാൻ വേണ്ടി പറ്റുമെങ്കിൽ അതിനുള്ള പരിശ്രമമാണ് നടന്നത്. അതാണ് താങ്കൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സൂചിപ്പിച്ച വയനാട്ടിലെ ദുരിതബാധിതർക്കായി വാങ്ങിയ ഭൂമിയുടെ പേരിൽ അതിൻ്റെ തരം മാറ്റേണ്ടി വന്നു എന്നതിപ്പോൾ ഒരു വസ്തുതയാണല്ലോ. അത് ഭൂമി കൈമാറിയ ആൾ കല്ലങ്കോട്ട് മൊയ്തു എന്ന് പറയുന്ന ആൾ തന്നെ ഇത് തോട്ടമാണ് എന്ന് നേരത്തെ സമ്മതിച്ചതാണ്. ഇപ്പോൾ മാധ്യമങ്ങളിലെല്ലാം വാർത്ത വരുന്നു, തരം മാറ്റാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു, തരം മാറ്റം നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ വളരെ വില കുറഞ്ഞ ഭൂമി, തരം മാറ്റേണ്ട ഭൂമി അതായിരുന്നു വാങ്ങിയത്. വലിയ വില കൊടുത്താണ് വാങ്ങിയത്. ഇത് ലീഗിനകത്ത് ചർച്ച നടക്കുന്നുണ്ട്. നമ്മൾ കരുതുന്ന പോലെയല്ല, ലീഗിനകത്ത് ഇത് പുറത്തേക്ക് പറയുന്നില്ല എന്ന് മാത്രം. അതിൻ്റെ അണികൾ ഈ പണത്തിൻ്റെ ദുർവ്യയത്തിനെതിരായി, ഈ തട്ടിപ്പിനെതിരായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പി കെ ഫിറോസ് ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ വീട്ടിലുൾപ്പെടെ നടക്കുന്ന ഈ മയക്കുമരുന്നിൻ്റെ പ്രവർത്തനങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ പ്രവർത്തനങ്ങൾക്ക്, ഇപ്പോൾ കേസുമായി സഹകരിക്കാത്ത കാര്യങ്ങൾക്ക് എല്ലാം തന്നെ വലിയ ചർച്ച അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഇപ്പോൾ മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന രീതി എന്താണ്? നിങ്ങൾക്കെതിരായി വരുന്ന ആക്ഷേപങ്ങൾ ഞങ്ങളൊരു 3-4 ദിവസം ഞങ്ങളൊന്നും പറയാതെ നിൽക്കും, അതിൻ്റെ ഇടയിൽ മൗനത്തിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾ പരിഹരിച്ചു കൊള്ളണം, അത് ജനങ്ങളുടെ മറവിയിലേക്ക് കൊണ്ടുപോയി കൊള്ളണം. ഒരാഴ്ചക്കാലത്തേക്ക് ഞങ്ങൾ 1-2 വാർത്ത നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രം എന്തെങ്കിലും വാർത്തകൾ കൊടുക്കും. പത്രങ്ങളിലാണെങ്കിൽ അവസാനത്തെ പേജിൻ്റെ അല്ലെങ്കിൽ ചരമക്കോളത്തിൻ്റെ അടിയിൽ ഒരു ആർക്കും വായിക്കാൻ വേണ്ടി പറ്റാത്ത മൈക്രോസ്കോപ്പ് വെച്ച് പരിശോധിക്കേണ്ട വാർത്തയായി മനോരമയും മാതൃഭൂമിയും മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കൊടുത്തിട്ടുണ്ട് എന്ന് കാണിക്കാനുണ്ടാവും. പക്ഷേ അതിൻ്റെ ഇടയിൽ, ഈ മൗനത്തിൻ്റെ ഇടയിൽ ഈ കാര്യങ്ങൾ അവർ തേച്ചുമാച്ച് കളയും. പുതിയ ചില വിഷയങ്ങൾ അവർ ഉയർത്തിക്കൊണ്ടുവരും. ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി, യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു പ്രവർത്തകനോ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനമോ കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിൽ UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഈ കോൺഗ്രസും ലീഗും നടത്തിയ തട്ടിപ്പുകൾ, വെട്ടിപ്പുകൾ, കൊലപാതകങ്ങൾ, ആളുകളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങൾ,
അവർക്ക് പണമുണ്ടാക്കാൻ വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഒരു സ്റ്റോറി തയ്യാറാക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതൊരു ഭീകരാവസ്ഥ? അതൊരു ഭീകരമായ സ്റ്റോറി ആയിരിക്കും. കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും ഭീകര സ്റ്റോറി ആയിരിക്കും. അതിൽ കൊലപാതകമുണ്ട്, അതിൽ ആത്മഹത്യയുണ്ട്, ആത്മഹത്യ പ്രേരണയുണ്ട്, ജനങ്ങളുടെ ജീവിതം തകർത്ത മറ്റു വിഷയങ്ങളുണ്ട്, ഇങ്ങനെ പലതുമുണ്ട്. ഇതെല്ലാം മൂടി വെച്ചിരിക്കുകയാണ്. എക്കാലത്ത് മൂടി വെക്കാമെന്നാണോ കരുതിയത്? എന്നിട്ട് ഇവർക്ക് നൽകുന്ന മറ്റൊരു പരിലാളനയാണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ആരോപണങ്ങൾ ഉന്നയിക്കുക. ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പുതിയ നേതൃത്വത്തെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു മാർഗം എന്താണ്? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പറഞ്ഞ ഫിറോസുമെല്ലാം പുതിയ നേതൃത്വമായി, അവരുടെ പാർട്ടിയെ പിടിച്ചടക്കാൻ കഴിയുന്ന നേതൃത്വമായി മാറുന്നത് എങ്ങനെയാണ്? പ്രധാനപ്പെട്ട ഇടതുപക്ഷത്തുള്ള നേതാക്കന്മാരെ അവർക്ക് നേരായി തെറ്റായ ആരോപണം ഉന്നയിക്കുക. ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഫിറോസ് സഖാവ് കോടിയേരിക്കെതിരായി, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കോടിയേരി അസുഖബാധിതനായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ മനസാക്ഷി പോലുമില്ലാതെ കോടിയേരിക്കെതിരായി തന്നെ ഈ പറഞ്ഞ ആക്ഷേപങ്ങൾ ഉന്നയിച്ചത്. പിന്നീട് അത് തെളിയിക്കപ്പെട്ടു. ബിനീഷിനെ ജയിലിൽ അടക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് അത് തെറ്റാണെന്ന് തെളിയുന്ന സാഹചര്യം ഉണ്ടായി. ബിനീഷിൻ്റെ ഭാര്യയും കുട്ടിയെയും ഈ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഒരുമിച്ച് നിന്ന് വേട്ടയാടാൻ വേണ്ടി നിന്ന ചിത്രമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇതേ നിലയിലാണ് മുഖ്യമന്ത്രിക്കെതിരായി നിലപാട് സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ മകളെയും കുടുംബത്തെയും എല്ലാം ഇതിലേക്ക് വലിച്ചു വെച്ച് കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നയാളാണല്ലോ മാത്യു കുഴൽനാടൻ. ആ മാത്യു കുഴൽനാടൻ ഇത്രയും അഭ്യാസങ്ങൾ മുഴുവൻ കാണിച്ചിട്ട് എത്ര തവണ വീണയ്ക്കെതിരായി പറഞ്ഞ കാര്യങ്ങൾക്ക് പരസ്യമായി മാപ്പ് പറയേണ്ടി വന്നിട്ടുണ്ട്. അത് എൻ്റെ അടുത്തുള്ള തെറ്റായ കാര്യമാണ്, പറഞ്ഞു പോയതാണെന്ന് തിരുത്തേണ്ടി വന്നില്ലേ? നികുതി അടച്ചിട്ടില്ല എന്നുൾപ്പെടെ പറഞ്ഞത് തിരുത്തേണ്ടി വന്നിട്ടില്ലേ? നികുതി അടച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം രേഖാപരമാണ്, നിയമപരമാണ് എന്ന് പറഞ്ഞപ്പോൾ അത് തെറ്റാണ് എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ തിരുത്തേണ്ടി വന്നിട്ടില്ലേ? എന്നാൽ അതേ മാത്യു കുഴൽനാടൻ നോക്കൂ, ഇപ്പോൾ നികുതി അടയ്ക്കാതെ സർക്കാരിൻ്റെ ഭൂമി കയ്യേറ്റം ചെയ്തതിൻ്റെ അതോടൊപ്പം തന്നെ വലിയ പണം തൻ്റെ വരവിൽ കവിഞ്ഞ് പണം ഉപയോഗിച്ചുകൊണ്ട് സ്വത്ത് വാങ്ങിക്കൂട്ടിയതിൻ്റെ, റിസോർട്ട് വാങ്ങിക്കൂട്ടിയതിൻ്റെ മറുപടി ഇപ്പോൾ പറയേണ്ടി വരുന്നു. അത് കേരളത്തിലെ മാധ്യമങ്ങൾ ചോദിച്ചിട്ടില്ല. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ചില വാചകങ്ങൾ പറഞ്ഞ് തടി തപ്പിപ്പോകുന്ന ഈ UDFൻ്റെ യുവ നേതൃത്വം അവർ തടി തപ്പിപ്പോവുകയും അതിന് ഉപചോദ്യങ്ങൾ ചോദിക്കാതെ കൈയടിച്ച് പോരുന്ന ഒരു മാധ്യമ കൂട്ടവുമുണ്ട് കേരളത്തിൽ. പക്ഷേ യാഥാർത്ഥ്യം പൊട്ടിപ്പുറത്തേക്ക് വരും. കാരണം ഇതൊരു ജീർണിച്ച സംവിധാനമാണ് ഈ UDF. ആ ജീർണിച്ച സംവിധാനത്തിനകത്താണ് ഈ പറഞ്ഞ പുതിയ ഒരു കൂട്ടം വരുന്നത്. പുതിയ കൂട്ടം മാത്രമല്ല, നേരത്തെയുള്ളവരും അതേ നിലയിൽ തന്നെയാണ്. ശ്രീ VD സതീശൻ്റെ ഉൾപ്പെടെ പുനർജനി ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ലേ? നിയമസഭയിൽ പരസ്യമായി ഞാൻ വിദേശ രാജ്യങ്ങളിൽ പോയി പണം പിരിച്ചിട്ടില്ല എന്ന് പറയുന്നു. പിന്നീട് പത്രസമ്മേളനം നടത്തി പറയുകയാണ് ഞാൻ ചില രാജ്യങ്ങളിലെല്ലാം പോയി പിരിച്ചിട്ടുണ്ട്, പിരിച്ചതല്ല ചെക്കായിട്ടാണ് കിട്ടിയത് എന്ന് പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? KPCCയുടെ 1000 വീടിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? ഇപ്പോൾ ആലോചിച്ച് നോക്ക്. യൂത്ത് കോൺഗ്രസും എല്ലാം വയനാടിന് വേണ്ടി പിരിക്കുന്ന പണം, അതിൻ്റെ കണക്ക് പറയാൻ വേണ്ടി തയ്യാറാവുന്നുണ്ടോ? KPCC ഒരു ആപ്പിലൂടെയാണ് പണം പിരിച്ചത്. ആപ്പേ കാണാനില്ല. ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇവരിങ്ങനെ ഒരു ആക്കം കൂട്ടി നിൽക്കുകയാണ്. ഈ മാധ്യമ പരിസരം ഒരുക്കി കൊടുത്ത് അതിലൂടെ തങ്ങൾക്ക് വലിയ അഴിമതി നടത്താം, അതിനുള്ളൊരു സ്വപ്നം കണ്ടു നിൽക്കുകയാണ്. തങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, അതിനെ സംരക്ഷിക്കുന്ന ഒരു മാധ്യമപ്പട, വലതുപക്ഷ മാധ്യമപ്പട കേരളത്തിലുണ്ട് എന്നുള്ളതിൻ്റെ പേരിലല്ലേ ഇവരിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പത്രസമ്മേളനം നടത്തുകയും അതിലൂടെ ആർക്കെതിരെയും എന്ത് നെറുകേട് പറയാം എന്നുള്ള നിലയിലേക്ക് ഈ കൂട്ടരെ വളർത്തിയത് ഇവിടുത്തെ മാധ്യമങ്ങളല്ലേ? ഇവർ പറഞ്ഞ തെറ്റായ കാര്യങ്ങൾ ഒന്നും നോക്കാതെ, ശരിയുണ്ടോ എന്ന് പരിശോധിക്കാതെ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞതും അവതരിപ്പിച്ചതും അത് ചർച്ചാവേദികളിൽ, വൈകുന്നേരത്തെ ചർച്ചാവേദികളിൽ ദിവസങ്ങളോളം ചർച്ച ചെയ്തിട്ട് കൊടുത്തതും കേരളത്തിലെ മാധ്യമങ്ങളല്ലേ? ഇവിടെ കുറ്റസമ്മതം നടത്തേണ്ടേ അവർ? ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴും ഇടതുപക്ഷത്തെ ഈ ഗവൺമെൻറ്റിനെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. തെറ്റെന്ന് കണ്ടുപിടിക്കാൻ ഇവർക്ക് ഇതുവരെ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഈ 9 വർഷക്കാലത്തിനിടയിൽ ഈ പറഞ്ഞ പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും തെറ്റായ വ്യാജ പ്രചാരണം മാത്രമേ ഇവർ നടത്തിയിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു കോടതിയിൽ കയറേണ്ട ഒരു സാഹചര്യം കേരളത്തിലെ മന്ത്രിമാർക്കോ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നവർക്കോ വന്നിട്ടില്ല. അത് കേരളത്തിൻ്റെ അനുഭവമാണ്. എന്നാൽ കേരളത്തിന് സമാനതകളില്ലാത്ത വികസനം ഉണ്ടായിട്ടുണ്ട്. ഇത് ജനങ്ങളുടെ അടുത്തെത്തിക്കാൻ ഒരു 5 മിനിറ്റ് സമയം 24 മണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റ് സമയം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടോ? 5 ലക്ഷം ആളുകൾക്ക് വീടായി കേരളത്തിൽ.
4 ലക്ഷത്തിലധികം രൂപ സർക്കാർ കൊടുത്തുകൊണ്ടാണ് വീട് നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടായിട്ടുണ്ടോ? ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഒരു ഗവേഷണം നടത്തരുതായിരുന്നു ഈ കേരളത്തിലെ മാധ്യമങ്ങൾക്ക്? കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നിവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യം 164 ലക്ഷം കോടി കടത്തിൽ നിൽക്കുകയാണ്. അതിൽ 121 കോടിയും ഈ മോഡിയുടെ കാലത്ത് വന്ന 121 ലക്ഷം കോടിയും ഈ മോദിയുടെ കാലത്ത് വന്ന കടമാണ്. കേരളത്തിൻ്റെ പൊതു കടം കുറയുകയാണ് ചെയ്തത്. ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ടോ? കേരളത്തിൻ്റെ പൊതു കടം കുറയുകയാണ് ചെയ്തത് എന്നത് ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ടോ? ചർച്ച ചെയ്തിട്ടില്ലല്ലോ. എത്ര ആളുകൾക്ക് ഭൂമി ലഭിച്ചു? 4 ലക്ഷത്തോളം ആളുകൾക്ക്, ഭൂരഹിതരായ ആളുകൾക്ക് ചരിത്രത്തിലില്ലാത്ത വിധം ഭൂമി കൊടുത്തു. ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഉൾപ്പെടെ ഭൂമി കൊടുക്കാനാവശ്യമായ പട്ടയം ലഭിക്കാനാവശ്യമായ ഊർജ്ജസ്വലമായ ഇടപെടൽ നടത്തണമെന്ന് കലക്ടർമാർക്ക് നിർദ്ദേശം കൊടുത്തു. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇത്രയും ആളുകൾക്ക് ഭൂമി കൊടുത്തൊരു സർക്കാരുണ്ടോ? രാജ്യത്ത് നടത്തുന്ന PSC നിയമനങ്ങളുടെ 60% നടക്കുന്നത് ഈ കേരളത്തിലാണ്. ഏതാണ്ട് 3 ലക്ഷത്തിലേക്ക് നിയമനം എത്തുകയാണ്. ഇത് ഏതെങ്കിലും മാധ്യമം പോസിറ്റീവായി ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ടോ? പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത 9 വർഷമായി കേരളത്തിൽ. ആളുകൾക്കറിയില്ല, മണ്ണെണ്ണ വിളക്ക് മറന്നുപോയി കേരളത്തിലെ ജനങ്ങൾ 9 വർഷം കൊണ്ട്. കേരളത്തിൽ 1-ാം സ്ഥാനത്ത് വിദ്യാഭ്യാസത്തിന്, 1-ാം സ്ഥാനത്ത് ആരോഗ്യത്തിന്, വ്യവസായ വികസനത്തിൻ്റെ, അതിൻ്റെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൻ്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്ത്. അതിനെ ഇകത്താനല്ലേ ഇവിടുത്തെ മാധ്യമങ്ങൾ? സജീഷ് പറഞ്ഞതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യില്ല എന്ന് മാത്രമല്ല, വലുതാണ്. അതേസമയം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സജീഷ് അവസാനിപ്പിക്കൂ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ ഓരോ മേഖലയിലും ഉണ്ടായ ഈ മാറ്റത്തെ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനും അതേ സമയത്ത് ഈ പറഞ്ഞ ആളുകൾ, വ്യക്തികൾക്ക് ഈ വ്യക്തിപരമായ രാഷ്ട്രീയ വികസനത്തിന് വേണ്ടി സ്പേസ് ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന തെറ്റായ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിക്കണം. എല്ലാവരും വിമർശിക്കപ്പെടേണ്ടവരാണെങ്കിൽ വിമർശിക്കപ്പെടണം, ചർച്ച ചെയ്യപ്പെടേണ്ടതാണെങ്കിൽ ചർച്ച ചെയ്യപ്പെടണം, പോസിറ്റീവും നെഗറ്റീവും പറയണം. എന്നാൽ ഒരു വശത്തേക്ക് മാത്രം ക്യാമറ തിരിച്ചു വെക്കുകയും ആ ക്യാമറയിൽ കിട്ടാത്തത് നിഴലായി കാണിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുകയും ചെയ്യുന്ന പരിപാടി നിർത്തിയിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള ഈ യൂത്ത് ലീഗിനെ പോലെയുള്ള മയക്കുമരുന്നിനെ സംരക്ഷിക്കുന്ന, എന്ത് നെറുകേടിനെയും സംരക്ഷിക്കുന്ന പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളുമെല്ലാം ഇവിടെ പർവ്വതീകരിക്കപ്പെടും. അത് കേരളീയ സമൂഹത്തിന് അപകടമാണ് എന്നേ പറയാനുള്ളൂ. ശരി, സജീഷ് പറഞ്ഞതുപോലെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നില്ല ചില കാര്യങ്ങൾ എന്നതുപോലെ തന്നെ ശ്രീ എ സജീവൻ ചില കാര്യങ്ങൾ കൂടുതൽ ആവേശത്തോടു കൂടി ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങളിൽ തന്നെ ഒരുപക്ഷെ വലിയ പ്രാധാന്യത്തോടുകൂടി കേരളം കാത്തിരിക്കുന്ന ചില കാര്യങ്ങൾ ആയിരിക്കാം അതിനകത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. അത് കഴിഞ്ഞു വരുന്ന ആദ്യ ചോദ്യം കാത്തിരുന്ന് ആവേശത്തോടുകൂടി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതേ ആവേശം നമ്മൾ കാണുന്നില്ല KPCCയുടെ അധ്യക്ഷനോടോ പ്രതിപക്ഷ നേതാവിനോടോ ചോദിക്കുന്നത് നമ്മൾ കാണുന്നില്ല. ഇതാ ഇപ്പോൾ PK ഫിറോസിനോട് ചോദിക്കുന്നില്ല, മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനോട് ചോദിക്കുന്നില്ല. അവർക്കൊക്കെ കിട്ടുന്ന ചില ആനുകൂല്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതേസമയം കോടിയേരിക്ക് കിട്ടിയില്ല. അദ്ദേഹം അസുഖബാധിതനായി നിന്ന നിമിഷത്തിൽ പോലും വാർത്താ സമ്മേളനങ്ങളിൽ കിട്ടിയില്ല അദ്ദേഹത്തിന് ആ പ്രിവിലേജ്. പിണറായി വിജയന് കിട്ടിയിട്ടില്ല ആ പ്രിവിലേജ്. ഇതാ ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കുണ്ട്, ഒപ്പം ഇവിടെ PK ഫിറോസിന് പോലും ഉണ്ട്. ഈ ആനുകൂല്യം എന്തുകൊണ്ടുണ്ടാകുന്നു? ചർച്ചകൾ എന്തുകൊണ്ടുണ്ടാകുന്നില്ല? ചോദ്യങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നില്ല? ഇവിടെ ഞാൻ ആ ചോദ്യം എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ PK ഫിറോസിൻ്റെ അനുജൻ വഴി ആ പാർട്ടിക്ക് ചില ഉത്തരവാദിത്തങ്ങളില്ലേ, യൂത്ത് ലീഗിന് ചില ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനില്ലേ, ചില ഉത്തരങ്ങൾ കൊടുക്കാനില്ലേ? അതെന്തൊക്കെയാണ്? ആരൊക്കെ മറുപടി പറയണം? ശ്രീ സജീവൻ. മാധ്യമപ്രവർത്തനത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ പാടെന്ന് പറയുന്നത് പഠന ക്ലാസ്സുകളിലാണെങ്കിലും പഠിപ്പിക്കുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മാധ്യമ പ്രവർത്തകൻ നിഷ്പക്ഷത പാലിക്കണം എന്നുള്ളതാണ്. അതായത് സ്വന്തം താല്പര്യങ്ങൾ, സ്വന്തം രാഷ്ട്രീയ താല്പര്യമാണെങ്കിലും സ്വന്തം സാമുദായിക താല്പര്യമാണെങ്കിലും അതൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പാടില്ല. പൂർണ്ണമായിട്ടും തനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് അതിൻ്റെ പരമാവധി അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുക, ജനങ്ങളെ സത്യം ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇക്കാലത്ത് അതെല്ലാം നടക്കുന്നതെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. വളരെ അപൂർവമായിട്ട് ചില ആളുകൾ ഈ തരത്തിൽ നിഷ്പക്ഷമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു, എനിക്ക് ആളുകൾക്കിടയിൽ ശോഭിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ ഒരു വലിയ തരത്തിൽ ബഹളം കൂട്ടണമെന്നുള്ള ഒരു തോന്നൽ മാധ്യമപ്രവർത്തകരുടെ
തലയിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീ സജീവന് ഒറ്റ മിനിറ്റ്. അതായത് ഈ മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ചില ഒച്ച ഉണ്ടാക്കലുകൾ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതായിക്കോട്ടെ എന്നാണ് സജീഷൊക്കെ നേരത്തെ പറഞ്ഞത്, ലാൽകുമാർ ഒക്കെ പറഞ്ഞത്. പക്ഷേ നോക്കൂ, ഇത് കോൺഗ്രസ്സിന് വേണ്ടി ചില അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു, കോൺഗ്രസ്സിന് കുറച്ച് ദിവസങ്ങൾ കൊടുക്കുന്നു. നിങ്ങൾ ശരിയായി വരൂ, ഞങ്ങൾ ഇത്രയും ദിവസങ്ങൾ തരാം, അത് കഴിഞ്ഞിട്ട് വാർത്തകൾ കൊടുക്കാം. അങ്ങനെ കോൺഗ്രസ്സിന് വേണ്ടി ആകുന്നോ കേരളത്തിലെ മാധ്യമങ്ങൾ? തീർച്ചയായിട്ടും അതാണ് പറഞ്ഞു വരുന്നത്. കാരണം ഈ ഒരു സെലക്റ്റീവ് അന്വേഷണം എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്ക് വന്നിട്ട് മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ചില കാര്യങ്ങൾ പല കാര്യങ്ങൾ എടുക്കുമ്പോൾ ചിലതിൽ അനാവശ്യമായിട്ടുള്ള ആത്മാർത്ഥത ആവേശം കാണിക്കുന്നൊരവസ്ഥയുണ്ട്. നമുക്ക് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്, ആ സംഭവവുമായി ബന്ധപ്പെട്ട് എത്ര ഭീകരമായ രൂപത്തിലുള്ള കഥകളൊക്കെ ചമച്ചുകൊണ്ട് അതിങ്ങനെ കൊണ്ടുപോകുന്ന ഒരു പാർട്ടിയിലേക്ക് എത്തുന്നു, പാർട്ടി നേതാക്കന്മാരിലേക്ക് എത്തുന്നു, ഈ വലിയൊരു പുകമറ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. അതിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആർക്കൊക്കെ പങ്കാളിത്തമുണ്ടോ അതവരൊക്കെ പുറത്തു വരേണ്ടതാണ്, യാഥാർത്ഥ്യമായിട്ടും ശരിക്കും സംഭവിക്കേണ്ടതാണ്. മാധ്യമപ്രവർത്തകർ ഭരണപക്ഷത്തിനെതിരെ, ഭരണകൂടമാണല്ലോ എപ്പോഴും കാര്യങ്ങൾ ചെയ്യുന്നത്, അതുകൊണ്ട് അവരുടെ വീഴ്ചകൾ ശക്തമായി തന്നെ അവതരിപ്പിക്കേണ്ടതാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ വേറെ ചിലർക്ക് ഉണ്ടാവുന്നില്ല. ഒരു കാര്യം പറഞ്ഞാലും വയനാട് വെറും തട്ടിപ്പ് മാത്രമല്ലല്ലോ. ഒരു DCC ട്രഷറർ അദ്ദേഹം മരിക്കുന്ന അദ്ദേഹത്തിന്റെ മകനെ അദ്ദേഹം വിഷം കൊടുത്ത് കൊല്ലുന്നൊരവസ്ഥ ഉണ്ടാവുന്നു. ഇവരുടെ ഈ രണ്ട് മരണത്തിന് ആരാണ് ഉത്തരവാദികൾ ആരാണ് എന്ന് അദ്ദേഹം എഴുതി വെച്ച കത്തിലുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കൃത്യമായിട്ടും ഇന്ന സംഭവങ്ങൾ എന്നുണ്ട്. ഈ കത്തിന്റെ പകർപ്പ് വളരെ വിശദമായിട്ട് തയ്യാറാക്കിയ ആത്മഹത്യാ കുറിപ്പ് എന്ന് പറയാവുന്ന കത്ത് അദ്ദേഹം KPCC പ്രസിഡന്റിന് അയച്ചു കൊടുക്കുന്നുണ്ട്, പ്രതിപക്ഷ നേതാവിന് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇവരൊക്കെ പിന്നീട് നടത്തിയിട്ടുള്ള ഈ മരണത്തിന് ശേഷം നടത്തിയിട്ടുള്ള പ്രസ്താവന ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഏത് ട്രഷറോ എന്ത് സംഭവം എന്ന രീതിയിലൊക്കെയല്ല പോയത്. ഇതൊക്കെ വെച്ചുകൊണ്ട് ഇത് ഇപ്പോഴും ഒരു കൊലപാതകമാണ് എന്ന് പറയാവുന്ന രൂപത്തിലുള്ള സംഭവമാണ്. അത് മാധ്യമങ്ങൾ എത്രമാത്രം ആവേശത്തോടു കൂടി എടുത്തു എന്നുള്ള ചോദ്യമുണ്ട്. ഓരോ പ്രശ്നം വരുമ്പോഴും ഇപ്പൊ കോടിയേരിയുടെ മകന്റെ കാര്യത്തില് ബിനീഷ് കോടിയേരിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബിനീഷ് കോടിയേരി തെറ്റുകാരനാണ് എന്ന് സ്ഥാപിക്കുന്ന രൂപത്തിലുള്ള വലിയ രീതിയിലുള്ള ആവേശത്തോട് കൂടിയിട്ടാണ് വാർത്തകൾ അവതരിപ്പിച്ചിരുന്നത്. പിന്നീട് അത് മാറിയിട്ട് ബിനീഷിനെതിരെയുള്ള ഈ ആരോപണങ്ങളൊന്നും ശരിയല്ല എന്ന് വന്ന് എത്ര പേർക്കറിയാം? നമ്മൾ കേരളത്തിലൊരു കണക്കെടുത്ത് നോക്കിയാൽ സാധാരണ ജനങ്ങളിൽ എത്ര പേർക്കറിയാം ബിനീഷിനെതിരെ അന്ന് നടത്തിയിട്ടുള്ള ഈ പ്രശ്നങ്ങൾ? ബിനീഷിനെ അറസ്റ്റ് ചെയ്യുന്നു, തുറുങ്കിലിടുന്നു, എന്നിട്ട് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിച്ചോ എന്നുള്ള കാര്യം ജനത്തിന് അറിയണമല്ലോ. ജനം ഇപ്പോഴും വിചാരിക്കും അത് ശരിയാണ്, ഇപ്പോഴും ബിനീഷ് ജയിലിലാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ കേരളത്തിൽ ധാരാളം ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ കേസിന്റെ ഗതി എന്താണ് എന്ന് അതേ ആവേശത്തോടു കൂടി ജനത്തിന് മുമ്പ് പറയേണ്ടിയിരുന്നല്ലേ. ഇതൊരു കള്ളക്കഥയായിരുന്നു എന്നും മറ്റു ആളുകൾ അറിയിക്കേണ്ട, അതുണ്ടായില്ല. ഓരോ ഘട്ടത്തിലും ഈ ആവേശമില്ലായ്മയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു സെലക്റ്റീവ് അംനേഷ്യ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഉണ്ടാവുന്നുണ്ട്. അത് ഒരു പ്രത്യേക താല്പര്യത്തോട് കൂടിയിട്ടാണ് അത് അവതരിപ്പിക്കുമ്പോൾ നമുക്കറിയാം. ഇത് സത്യത്തിൽ മാധ്യമ പ്രവർത്തനമല്ല ഈ രീതി എന്ന് പറയുന്നത്. നമുക്ക് ഒരിക്കൽ പോലും വ്യക്തിപരമായിട്ട് നമുക്ക് ഒരു നേതാവിനോട് താല്പര്യമുണ്ടാകാം, താല്പര്യക്കുറവുണ്ടാകാം, ഒരാൾക്ക് ദേഷ്യമുണ്ടാകാം, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അത് തീർക്കാനുള്ള വേദിയായിട്ട് ഈ മാധ്യമ പ്രവർത്തനത്തെ ഉപയോഗിക്കുക. അല്ലാതെ ആവാം, നേരിട്ട് അദ്ദേഹത്തിനോട് 4 തെറി പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ അതേ സമയത്ത് തൂലിക ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ചാനലുകളിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അതൊക്കെ ഇതിനെ പക തീർക്കാനുള്ള ഒരു ഉപാധിയായിട്ട് നമ്മൾ അവതരിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ആയിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് ജനത്തിനിടയിൽ ഇത് കുറെ കഴിയുമ്പോൾ ഇത് പറഞ്ഞതൊക്കെ ശരിയല്ല, ഒരു ജനത്തിനുള്ള പ്രശ്നമുണ്ട്. കുറെ കഴിയും പുതിയ വിഷയം വരുമ്പോൾ പഴയതങ്ങ് മറന്നുപോകും. അപ്പൊ അത് നിങ്ങൾ പറഞ്ഞ തെറ്റാണല്ലോ എന്ന് ചോദിക്കാൻ പോലും ജനത്തിന് അറിയില്ല. കാരണം അത് അവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടാകും. ഇത് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ചില മാധ്യമ പ്രവർത്തകരുണ്ട്. അവര് ഇത് കൃത്യമായിട്ടും പുതിയ വിഷയങ്ങൾ കൊണ്ടുവരുന്നു, പഴയത് മാറിയിട്ടുണ്ടാകുന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയിട്ടാണ് അവർ വീണ്ടും ഇതേ രീതിയിൽ ചിലതിൽ ആവേശമുണ്ടാകും, ചിലതിൽ തീർത്തും ആവേശക്കുറവോട് കൂടിയിട്ട് അവതരിപ്പിക്കും, ചിലപ്പോൾ അത് അവതരിപ്പിക്കാതെ ഇരിക്കും. ഇത് ഈ ഒരു പ്രവണത മാധ്യമ പ്രവർത്തനം നല്ലതല്ല. കാരണം രാഷ്ട്രീയത്തിന് നമ്മുടെ നാടിന് നല്ലതല്ല ഉള്ള കാര്യം സംശയമില്ല. കാരണം നമ്മൾ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് ജനത്തിന് വേണ്ടിയിട്ടാണ്. ജനത്തിന് അറിയേണ്ട കാര്യങ്ങൾ, ജനത്തിന് വേണ്ടിയിട്ട് വാദിക്കേണ്ട കാര്യങ്ങൾ ഒക്കെ
നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് മാധ്യമപ്രവർത്തനം. Yes. അതുകൊണ്ടാണ് നമ്മളെ ഈ ഫോർത്ത് എസ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത്. ഫോർത്ത് എസ്റ്റേറ്റിന് പകരം നമ്മൾ ഒരു തൂൺ പോലും, തൂണിന് പകരം ഒരു ഈർക്കിൽ തൂൺ പോലും അല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോവുകയാണെങ്കിൽ അത് ഈ സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹമായിട്ട് മാറും എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല. യെസ്, അതായത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറയേണ്ട ചില ഉത്തരങ്ങൾ അത് പറയാനുള്ള വേദികൾ ഒരുക്കുന്നതിൽ മാധ്യമങ്ങൾ പരാജയപ്പെടുന്നു. അതല്ലെങ്കിൽ അവർ മനഃപൂർവ്വം സെലക്റ്റീവ് അംനീഷ്യ പോലെ അത്തരം ഘട്ടങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ശ്രീ സജീവൻ ഒരു സെൽഫ് ക്രിട്ടിക്കലായി തന്നെ അത് പറഞ്ഞത്. ശ്രീ ലാൽകുമാർ, അഡ്വക്കേറ്റ് ലാൽകുമാർ, നോക്കൂ, നമുക്ക് ഈ കേസിലേക്ക് തന്നെ വരാം. ഇത് ഇങ്ങനെ പൊതുവെ ജനറലൈസ് ചെയ്ത് പറഞ്ഞു പോകുന്നതിൽ കാര്യമില്ലല്ലോ. നമുക്ക് ഈ കേസിനകത്ത് തന്നെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നോക്കൂ, യൂത്ത് ലീഗിൻ്റെ നേതാവിൻ്റെ അനിയൻ, അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകൻ കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം നടത്തിയ ഒരു ഇടപാടിൻ്റെ ഭാഗമായി എവിടുന്നോ കിട്ടിയ വിവരങ്ങൾ പോലീസിനുണ്ടായി. പോലീസ് ഒരു അന്വേഷണം നടത്തി, അയാളെ തടഞ്ഞു നിർത്തി, പരിശോധന നടത്തുന്നതിനിടയിൽ പോലീസിനെ ആക്രമിക്കുന്നു. അവിടെ ഉണ്ടായ ഘട്ടങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇദ്ദേഹം ലഹരിയുടെ ഏജൻ്റാണെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ലഹരി കടത്തുകാരനായ മറ്റൊരു വ്യക്തിയുമായി ചേർന്ന് ഉള്ള ഇടപാടിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ആ ഫോണാണ് പരിശോധിക്കപ്പെടാതെ ഇപ്പോൾ ഈ ബുജൈറിൻ്റെ ഇടപെടൽ കൊണ്ട് മുന്നോട്ട് പോകാതിരിക്കുന്നത്. ശരിക്കും പി കെ ഫിറോസ് സമരം നടത്തി ആ അനുജൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചു കൊടുക്കേണ്ടതാണ്. അത്ര ആത്മാർത്ഥമായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ അത് ചെയ്യേണ്ടതാണ്. മുസ്ലിം ലീഗിൻ്റെ നിലപാട് അറിയണ്ടേ? മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ എന്താണ് പറയുന്നത്? പി കെ ഫിറോസിൻ്റെ അനുയായനായതുകൊണ്ട് അദ്ദേഹം ഒരു കേസിൽ പെട്ടതുകൊണ്ട് അദ്ദേഹം നിരപരാധിയാണെങ്കിൽ പോലും വെളിയിലേക്ക് വിടണം എന്ന് പറയണ്ടേ ആ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ? ഒന്നും പറയുന്നില്ല, മിണ്ടുന്നില്ല മുസ്ലിം ലീഗിൻ്റെ പരമാധ്യക്ഷൻ. എന്താണ് പറയേണ്ടത് നമ്മൾ? അല്ല, ഈ മിണ്ടുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യം അത് നമ്മൾ ഈ മാധ്യമങ്ങളുടെ സൈലൻസുമായി ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം 2 ദിവസം മിണ്ടായിരുന്നാൽ, ഇപ്പം സജീവേട്ടൻ പറഞ്ഞതുപോലെ, ഇതാരും പിന്നെ സംസാരിക്കാത്തൊരവസ്ഥ വരും. ഇത് പിന്നെ അങ്ങ് ഈ വാർത്തയെ മരിച്ചു പോകുന്ന ഒരവസ്ഥ വരും. അതുണ്ടാക്കിയെടുക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കുന്നത്. സാധാരണ നമ്മൾ ശക്തമായി പ്രതികരിക്കുന്നത് എപ്പോഴാണ്? പ്രതികരിക്കുന്നത് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ്. ആ വാർത്തയിൽ ഇത് നിറഞ്ഞു നിൽക്കുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അപ്പം രക്ഷപ്പെടാനുള്ള മാർഗം അവർ തന്നെ തേടുമ്പം ആ മാർഗം കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അപകടം. അല്ല, ഒരു സംശയം കൂടി ഉണ്ടാകില്ലേ ലാൽകുമാർ? ഇവർക്കൊക്കെ ഇതിനകത്ത് പങ്കുണ്ട്. ലഹരി വ്യാപനത്തിന്റെ വാതിൽ തുറന്നിടുന്നത് ഇവരൊക്കെയാണ് കേരളത്തിൽ എന്നുകൂടി നമ്മൾ വായിച്ചെടുക്കണ്ടേ? അല്ല, നോക്കൂ, നമ്മൾ ഈ ക്രിമിനൽ ലയബിലിറ്റിയുടെ കാര്യത്തിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് നമുക്കൊരു, ഞാൻ അങ്ങനെ ഒരു ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ ഒരു കാർപ്പറ്റ് ബോംബിങ് നടത്തുന്നില്ല. കാര്യം അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം തന്നെ നമ്മൾ ചെയ്താൽ അതിനകത്തൊരു തെറ്റുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ താങ്കൾ ചോദിച്ച ഒരു കാര്യത്തിൽ ഞാൻ വ്യക്തമായി മറുപടി പറയാം. ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്നുള്ള ഒരു ആസ്പെക്റ്റ് എടുത്ത് നമ്മൾ ഉയർത്തി നിർത്തിയാൽ, ഈ പറയുന്ന എൻറ്റയർ എപ്പിസോഡ് ഇദ്ദേഹം അറിഞ്ഞ അല്ലെങ്കിൽ ഫിറോസ് അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം ഇപ്പോഴും വന്നിട്ടില്ല. അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞു ഒഴിഞ്ഞു പോയി എന്നുള്ളതല്ലാതെ, രക്ഷപ്പെടാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ളതല്ലാതെ, മനുഷ്യൻ്റെ സാധാരണ മനുഷ്യർക്കുള്ള സാധാരണ ചോദ്യങ്ങൾക്ക് പോലും പൂർണ്ണമായി മറുപടി പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പറയാൻ പറ്റുന്ന മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതെന്താ? അദ്ദേഹത്തിൻ്റെ അനിയൻ ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചും അദ്ദേഹത്തിലേക്ക് ലയബിലിറ്റി വെക്കല്ല എന്നുള്ളൊരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ചോദ്യം എന്താ? അദ്ദേഹത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരണ ഉണ്ടായിരുന്നോ? ധാരണ ഉണ്ടായിരുന്നുവെങ്കിൽ ഏത് രീതിയിൽ താങ്കൾ ഇതിനെ കറക്റ്റ് ചെയ്യാൻ ഇടപെട്ടു എന്നൊക്കെ താങ്കൾ ഇവിടെ ചോദിച്ചല്ലോ. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരുന്ന ഒരു കാര്യം. അത് അദ്ദേഹം ചെയ്തില്ല എന്നുള്ളത് ഒന്ന്. ആ ചോദ്യം ഇപ്പോഴും മുഴങ്ങുന്നു നമ്മുടെ ചെവികളിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ജനതയുടെ ചെവികളിൽ അത് മുഴങ്ങുന്നു എന്നുള്ളതാണ് സത്യം. വീണ്ടും വീണ്ടും ആ ചോദ്യം ചോദിച്ച് അത് എല്ലാ മനുഷ്യരിലേക്കും എത്തിക്കാനുള്ള മാധ്യമ ദൗത്യമാണ് ഇല്ലാതാകുന്നത്. അതല്ലാതെ ഇപ്പം ഒരു ലഹരി എന്ന് പറയുന്നത് ഫിറോസിന് വേണ്ടിയാണ് കൊണ്ടുവന്നെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. കാര്യം അത് ഇല്ലാത്ത ഒരു കാര്യം, അറിയാൻ വയ്യാത്തൊരു കാര്യം പറയില്ല. അങ്ങനെ അല്ലാതെ അങ്ങനെ പറയാൻ പറ്റും? പറയേണ്ടത് അദ്ദേഹമാണ്, അല്ലെ അദ്ദേഹത്തിന്റെ പാർട്ടി അന്വേഷിച്ച് കണ്ടുപിടിച്ചാണ് പറയേണ്ടത്. KT ജലീൽ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന മുസ്ലിം ലീഗ് നേതാവിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിക്കണം, ഞാൻ ചില കാര്യങ്ങളുമായിട്ട് പുറത്തേക്ക് വരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഒരുപാട് സ്വത്തുക്കൾ അനധികൃതമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ അനിയൻ്റെ ഈ ഇടപെടൽ കൊണ്ടാണോ എന്ന് അറിയണ്ടേ?
അല്ല, അന്വേഷിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ലുക്ക്, അത് എനിക്ക് തോന്നുന്നു ഞാനത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് ഞാനത് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായി അന്വേഷിക്കണം. ഫിറോസ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിറോസിനെ ജയിലിലടയ്ക്കണം. മറ്റേ ആൾ ഇപ്പം തന്നെ അയാൾ ലയബിളാണ്, അയാൾ അക്യൂസ്ഡായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തിനെതിരെ എവിഡൻസ് ഉണ്ട്. ആ ഭാഗത്തെക്കുറിച്ചേ അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇയാൾ ചെയ്ത ഏതെങ്കിലും ഒരു നീചപ്രവൃത്തി അയാൾ അറിയാതിരുന്നിട്ടുണ്ട് എങ്കിൽ അതിന് നമുക്ക് അയാളെ ലയബിളാക്കാൻ പറ്റില്ല എന്നുള്ള ഒറ്റ വാദം മാത്രമേ എനിക്കുള്ളൂ. അതിനകത്ത് കൂടുതലായിട്ട് താങ്കൾ പറഞ്ഞാൽ അനധികൃതമായ സ്വത്ത് ഉണ്ടാക്കിയിരിക്കുന്നു, അതിനകത്ത് ഫിറോസിന് ഏതെങ്കിലും തരത്തിൽ ഇയാളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ ഒരു സമഗ്രമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി മാത്രമേ പുറത്തു വരൂ എന്നുള്ളതിനകത്ത് എനിക്കൊരു സംശയവുമില്ല. അവിടെ എത്രമാത്രം ഈ പറയുന്ന കോൺഗ്രസിൻ്റെ തന്നെ ഒരു കൂട്ടാളിയായിട്ട് വർക്ക് ചെയ്യുന്ന BJP അല്ലെങ്കിൽ BJPയുടെ ഈ ആൾക്കാർ EDO അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയോ ഒക്കെ ഇടപെടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതാണ് സത്യം. ഞാൻ പറഞ്ഞു വന്ന ആ കാര്യം എനിക്ക് തോന്നുന്നു ക്ലിയർ ആണെന്ന് തോന്നുന്നു. അപ്പം ഈ ഒരു കാരണവശാലും ഇതിൽ നിന്ന് വേണ്ട, അന്വേഷണം വേണ്ട, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലയബിലിറ്റിയേ ഇല്ല എന്ന് അങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയുന്നില്ല. ലയബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അത് ഇൻവെസ്റ്റിഗേഷൻ്റെ റിസൾട്ടായിട്ട് വരേണ്ട ഒരു കാര്യമാണ്. അതുവരെ ഞാൻ സൈലൻസ് കീപ്പ് ചെയ്യുന്നു എന്നേ പറയുന്നുള്ളൂ. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ സജീഷിനോട് ആ ചോദ്യം ചോദിക്കും. സജീഷ്, ഈ കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സംഘടന ഉൾപ്പെടെ സമരം നടത്തണം. PK ഫിറോസിന്റെ പേരിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ ബന്ധപ്പെട്ട മറ്റ് നേതാക്കളുടെ പേരിൽ ED അന്വേഷണമോ മറ്റന്വേഷണമോ നടക്കേണ്ടതുണ്ട്. നിങ്ങൾക്കെതിരെ ഇത്തരം ആയുധങ്ങൾ ആവശ്യമില്ലാതെ ഉയർത്തിയ ഇവർക്കെതിരെ നിങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ടോ സജീഷ്? അല്ല, ഒരു കാര്യം, ഇതെല്ലാം അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇവരുടെയൊക്കെ രാഷ്ട്രീയത്തിലുണ്ടായ വളർച്ച പോലെ തന്നെയാണ് അവരുടെ സ്വത്തിലും വളർച്ചയുണ്ടായത്. അതിൻ്റെ ചില കാര്യങ്ങളാണല്ലോ ശ്രീ KT ജലീൽ ഉൾപ്പെടെ വളരെ വ്യക്തമായി ഇന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ തന്നെ സൂചിപ്പിച്ചത്. പക്ഷേ നമ്മൾ കാണേണ്ടത് സമൂഹത്തിനെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. സമൂഹത്തിൻ്റെ മുന്നിൽ ഇത് മറച്ചു വെക്കാനും ഇവരെ മഹത്വവൽക്കരിക്കാനും നടത്തുന്ന പരിശ്രമങ്ങളെയാണ് ശക്തിയുക്തം ചെറുത്തു തോൽപ്പിക്കേണ്ടത്. ഇവിടെ ഈ മാസം തന്നെ 3 പ്രധാനപ്പെട്ട കേസിൽ, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസിൽ ലീഗിൻ്റെ സജീവ പ്രവർത്തകർ അറസ്റ്റിലാണ്. അതിലൊരു കേസ് ഇവിടെ പറഞ്ഞ പോലെ തന്നെ 123 കിലോ മയക്കുമരുന്നുമായി പിടിയിലായത് ഉദുമയിലെ മണ്ഡലം കമ്മിറ്റി മെമ്പറാണ് ലീഗിൻ്റെ. അദ്ദേഹം അവിടെയുള്ളൊരു ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. ഇവരുടെ എല്ലാം പ്രധാനപ്പെട്ടയാളാണ്. ഒന്നതാണ്. ഇപ്പോൾ കോഴിക്കോട് ഒരു സാദിഖ് അലി കൂമ്പാറ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് MDMA പിടിച്ച കേസിൽ. ഈ പറഞ്ഞ PK ഫിറോസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ അടുത്തയാളാണ്. ചിത്രങ്ങൾ ഉൾപ്പെടെ അവരൊരുമിച്ച് വല്ലാതെ സന്തോഷം നിൽക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ പലതും ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇതെല്ലാം ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടപ്പെടേണ്ടതുണ്ട്. അത് തുറന്നു കാട്ടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു കൂട്ടം മാധ്യമങ്ങൾ ഇറങ്ങി നിന്നാൽ അതൊന്നും കേരളത്തിൽ നടക്കില്ല. അത് ഇനിയെങ്കിലും അവർ തിരുത്താൻ വേണ്ടി തയ്യാറാകണം. ഒരേപോലെ ഒരേ രീതിയിൽ കാണാൻ വേണ്ടി തയ്യാറാകണം. അതിൽ തയ്യാറാവില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് നമ്മുടെ ഒരു സ്വപ്നം മാത്രമാണ്. കാരണം ഈ ഓരോ മാധ്യമത്തിനും അതിൽ നിക്ഷേപിച്ച മൂലധനത്തിൻ്റെ താല്പര്യമുണ്ട്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ മനോരമയുടെ പാരമ്പര്യം ഈ കാലത്തങ്ങ് മാറിപ്പോകും എന്ന പ്രതീക്ഷ നമുക്കാർക്കും ഇല്ല. അത് മാതൃഭൂമിക്കായാലും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ഇനി കേരളത്തിൽ വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിക്കും എന്ന് നമുക്ക് സ്വപ്നം കാണാൻ വേണ്ടി പോലും കഴിയില്ല. അവർ നടത്തുന്നത് തികഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനമാണ്, മുതലാളിക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്നൊരു വസ്തുതയാണ്. ഇങ്ങനെ ഓരോന്നെടുത്ത് പരിശോധിച്ചാലും അതിലൊക്കെ അത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ പല തട്ടിപ്പും നടത്തുന്നു, മതത്തിൻ്റെ പേരിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ണൂരിലൊരു വാർത്ത വന്നിരിക്കുന്നത് എന്താണ്? വഖഫ് സ്വത്ത് തട്ടിയെടുത്തുമായി ബന്ധപ്പെട്ട് ഒരു ലീഗിൻ്റെ അവിടുത്തെ വലിയ നേതാവിനെതിരായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടപടി വന്നു. വലിയ പിഴ ഈടാക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു, കോടതിയിൽ നിന്ന് വരുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു. ഇത്തരം കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ആവശ്യം എന്താണ്? ഇവിടെ ഇത്തരം കാര്യങ്ങൾ ഇവരുടെ ഇടയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ആ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്ന വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഡോക്ടർ ലാൽ കരുതേണ്ടത്, ഞാനിപ്പോൾ ചർച്ചയിൽ പറയുന്നില്ലെങ്കിലും മുസ്ലിം ലീഗിനകത്ത് ഈ തെറ്റായ നെറികെട്ട പ്രവർത്തനത്തിനെതിരായിട്ടുള്ള നല്ല ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെ കണ്ണടച്ച് ഈ അണികളാകെ ഇവരെ അംഗീകരിക്കുന്ന നിലയില്ല. PK ഫിറോസിൻ്റെ നിലവിട്ട പോക്കിനെതിരായി അതിശക്തമായിട്ടുള്ള ചർച്ച അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഈ കൂട്ടർ പലതും ഈ പറഞ്ഞ ഓരോ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കങ്ങനെ വ്യക്തിപരമായ അധിക്ഷേപം ഉന്നയിക്കാൻ വേണ്ടി കഴിയില്ല. പലരും സംസാരിക്കുകയും അഭിപ്രായം പറയുകയും എല്ലാം കേട്ടിട്ടുണ്ട്. അത് നമുക്കങ്ങനെ പറയാൻ വേണ്ടി കഴിയില്ല. എന്നാലും ഇങ്ങനെ പറയുമ്പോൾ അതൊരു തെറ്റായ വസ്തുതയല്ല. അല്ല, നിങ്ങളൊക്കെ ഇത്തരം വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്താൻ തയ്യാറല്ല, രാഷ്ട്രീയമായി തന്നെയാണ് കാര്യങ്ങളെ കാണുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആ ആനുകൂല്യം കിട്ടിയിട്ടില്ല. CPM-നെതിരെ മുസ്ലിം ലീഗ് അങ്ങനെ ഒരു ആനുകൂല്യം തന്നിട്ടില്ല, കോൺഗ്രസ് അങ്ങനെ ചെയ്തിട്ടില്ല, മാധ്യമങ്ങൾ അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഈ PK ഫിറോസിൻ്റെ അനുജനും ഈ രീതിയിൽ അവർ നിശബ്ദരായി മുന്നോട്ട് പോകുമ്പോൾ, നിശബ്ദത എന്നുള്ളത് ഒരാൾ ശബ്ദിച്ചാലും അത് നിശബ്ദത എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും പാണക്കാട് തങ്ങളും മറ്റ് ലീഗ് നേതാക്കളും അതിനകത്ത് വലിയ ചർച്ചകൾ നടക്കുമ്പോഴും, സജീഷ് പറയുന്നത് പോലെ വലിയ ചർച്ചകൾ നടക്കുമ്പോഴും ഇപ്പോഴും ഒന്നും പറയുന്നില്ല, ഈ കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. അല്ല ഡോക്ടർ ലാൽ, അതിൽ കരുതേണ്ടത് നമ്മളതിൽ മറ്റൊരു രീതിയിൽ ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം അതിന് ഏറ്റവും കൃത്യമായ മറുപടി സഖാവ് കോടിയേരി നൽകി വെച്ചു നമ്മുടെ മുന്നിൽ നൽകിയിട്ടുണ്ട്. ആ മറുപടി എന്ന് പറയുന്നത് ഞങ്ങളിത് താങ്ങും, നിങ്ങൾക്ക് നേരെ വന്നാൽ നിങ്ങൾക്ക് താങ്ങാൻ വേണ്ടി കഴിയില്ല എന്ന് ശ്രീ കോടിയേരി ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് താങ്ങാനും വലതുപക്ഷത്തിന് താങ്ങാൻ കഴിയാതിരിക്കാനും കാരണം എന്താണ്? അവർ വല്ലാതെ ഈ മാധ്യമങ്ങളുടെ സംരക്ഷണയുടെ ഒരു കവചത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിനും കാരണം എന്താണ്? കാരണം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിനെതിരായി വരുന്നത് ആരോപണങ്ങൾ മാത്രമാണ്. സംഘടിതമായി ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ആ ലക്ഷ്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടി കഴിയും. കാരണം ഇതെല്ലാം കണ്ടും കേട്ടും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു ജനത കേരളത്തിലുണ്ട്. 91 സീറ്റുമായി അധികാരത്തിൽ നിന്ന് 99 സീറ്റിലേക്ക് ഭരണ തുടർച്ചയുണ്ടാകാനുള്ള കാരണം എന്താണ്? കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ സജീവൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന് ഉൾപ്പെടെ ഓർമ്മയുണ്ടാകും, ശ്രീ ലാൽകുമാറിന് ഓർമ്മയുണ്ടാകും. കഴിഞ്ഞ ഗവൺമെൻറ് അവസാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കടത്ത് മറ്റു പലതും പറഞ്ഞ് ലോകത്ത് ഒരു ഗവൺമെൻറ്റിനെ ആക്രമിച്ചിട്ടുണ്ടാവില്ല ഇതുപോലെ ഒരു ഗവൺമെൻറ്റിനെതിരായി, ഇടതുപക്ഷത്തിനെതിരായി കേരളത്തിൽ നടന്ന ഒരു മാധ്യമ അക്രമം പോലെ. എന്നിട്ടും ജനങ്ങൾ എന്തുകൊണ്ട് തുടർഭരണത്തിലേക്ക് വന്നു? അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് നോക്കാൻ വേണ്ടി കഴിഞ്ഞു. കണ്ണാടി വെച്ചതുപോലെ സ്വന്തം ജീവിതത്തിലുണ്ടായ മാറ്റം, ഈ ഗവൺമെൻറ് മാറ്റം അവർക്ക് അനുഭവിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞു. ഈ ഗവൺമെൻറ് നേട്ടം അനുഭവിക്കാത്ത, ഗുണഫലം അനുഭവിക്കാത്ത ആരും കേരളത്തിലില്ല എന്ന് അഭിമാനത്തോടെ പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഈ കാര്യങ്ങൾ പറയുന്നത്. ആരോപണം വരുമ്പോൾ താങ്ങാൻ കഴിയുന്ന അതുകൊണ്ടാണ്. അവർക്ക് താങ്ങാൻ കഴിയാത്തത് തെറ്റായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നേതൃത്വം മറുപടി പറയുന്നുണ്ടോ എന്നുള്ളതല്ല ശ്രീ ഡോക്ടർ ലാൽ. എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ജനങ്ങൾക്ക് മുമ്പാകെ കൊടുത്തു തന്നെയാണ് മുന്നോട്ട് രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും പോകേണ്ടത്. തട്ടിപ്പുകാരല്ല എന്നും ലഹരി ഏജന്റുമാരല്ല തങ്ങളെന്നും പറയാനുള്ള ബാധ്യതയുണ്ട് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിന് കുറഞ്ഞ പക്ഷം. എ സജീവൻ, നോക്കൂ, ഈ ബുജൈറിൻ്റെ കേസിൽ ഇപ്പോൾ ലീഗ് നേതാക്കൾ ഉത്തരം പറയാതെ മിണ്ടാതിരുന്നാൽ എല്ലാം രക്ഷപ്പെട്ടു എന്ന് കരുതുന്നവർ ഉണ്ടാകാം. പക്ഷേ നേരത്തെ സജീഷ് പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിൽ നിശബ്ദമല്ല കാര്യങ്ങൾ, അതിനകത്ത് ശാന്തമല്ല പുറമേ നിന്ന് നോക്കുന്നത് പോലെ. ഇക്കാര്യത്തിലൊക്കെ അതൃപ്തിയുള്ളവർ അവിടെ ഉണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഇല്ല, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എപ്പോഴും ഓരോ വിഷയം വരുമ്പോഴും പ്രതികരിക്കാൻ രാഷ്ട്രീയ പ്രവർത്തകർ ബാധ്യസ്ഥരാണ്. അതേപോലെ തന്നെ ഇവിടെ ഇതൊരു വലിയ ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ലീഗിന് എതിരെ പോലും ഉയരാവുന്ന ഒരു ആരോപണമായിട്ട് ഭാവിയിൽ വന്നേക്കാം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് തങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? തങ്ങൾക്ക് ഒരുപക്ഷെ ഇത് ഒരു കുഴപ്പമില്ല, ഇതിൽ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്ന രൂപത്തിൽ അവർക്ക് പറയാം. ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രതികരണം, ഞാൻ ഉത്തരം എന്ന് പറയുന്നില്ല, ഉത്തരം പറയുക എന്ന് പറയുന്നതിനൊക്കെ ഉത്തരം എന്ന് പറഞ്ഞാൽ അവർ മറുപടി പറയേണ്ട കാര്യം എന്നർത്ഥമില്ല. അവർ പക്ഷേ അവർക്ക് പ്രതികരിക്കാൻ ബാധ്യതയുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, രാഷ്ട്രീയ നേതാക്കന്മാർ എന്ന നിലയിൽ, തങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ഒരു നേതാവിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യം എന്ന നിലയിൽ അവർക്ക് ഇതിൽ പ്രതികരിക്കാൻ സ്വാഭാവികമായിട്ടും ബാധ്യതയുണ്ട്. ജനങ്ങളത് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ മിണ്ടാതിരിക്കുമ്പോഴാണ് സാധാരണഗതിയിൽ നമുക്കറിയാമല്ലോ, ഒരാൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ജനത്തിന് സംശയം തോന്നും. ഇവിടെ അങ്ങനെയുള്ള സംശയങ്ങൾക്ക് വഴിവെക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, അഡ്വക്കേറ്റ് ലാൽകുമാർ, അപ്പോൾ ഈ കാര്യത്തിൽ രാഷ്ട്രീയമായി കോൺഗ്രസ് കാണിക്കുന്നത് തന്നെ മുസ്ലിം ലീഗ് കാണിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുമോ? അതോ കോൺഗ്രസ്
ഒന്നും മിണ്ടാതെ ഇരിക്കാനേ സാധിക്കുകയുള്ളൂ. അവർക്ക് തിരുത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നു. UDF 2021 പോലെ ഇനിയും മുന്നോട്ട് ഒഴുകും. ഞാൻ വളരെ ലളിതമായി അതിന് ഉത്തരം പറയാം. കൈരളി, ദേശാഭിമാനി, ഇടതുപക്ഷമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും മറ്റ് സ്ഥാപനങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. അവരാരെങ്കിലുമൊക്കെ ഇത് പറയുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാധ്യമവും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അവർക്ക് പറ്റില്ല. അത് എങ്ങനെയൊക്കെ അടഞ്ഞു പോട്ടെ എന്ന് കരുതുന്ന ഒരു മാധ്യമ പ്രവർത്തന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ നമ്മൾ ശക്തമായി ഇതിൻ്റെ പുറകെ നിന്ന് ചേസ് ചെയ്തില്ല എങ്കിൽ ഈ പറയുന്ന കൂട്ടരെല്ലാം രക്ഷപ്പെടാനുള്ള സാഹചര്യം എല്ലാം ഇവിടെ ഉണ്ട്. കാര്യം അതുപോലെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളുകളെല്ലാം നമ്മൾ ഈ ഫ്ലോറിലിരുന്ന് പറയുന്നു എന്നുള്ളതല്ലാതെ മറ്റൊരു ഫ്ലോറിലും ഇത് പറയുന്നില്ല. പക്ഷേ രാഷ്ട്രീയമായി വലിയ വിഷയങ്ങളാണോ അത്? ഇവർ കത്തിച്ച് നിർത്തുന്ന വിഷയത്തിനെക്കാട്ടിലും എത്രയോ മടങ്ങ് പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് മുങ്ങിപ്പോകുന്നത്. ആ മുങ്ങിപ്പോകുന്നതിന് കാരണം മാധ്യമങ്ങളും കോൺഗ്രസും മുസ്ലിം ലീഗും BJPയും കൂടെ ചേർന്ന ഒരു നെക്സസാണ്. അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു നെക്സസാണ്. അത് തുടരും. മോഹൻലാലിൻ്റെ സിനിമയ്ക്കകത്ത കാര്യം പറഞ്ഞല്ലോ, തുടരും. യെസ്, SK സജീഷ്, 2021 ഇതിനപ്പുറം നടന്നിട്ടും ലോകത്ത് കാണാത്ത കാഴ്ചകൾ ഇവിടെ ഉണ്ടായിട്ടും ജനം അവർ അനുഭവിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നു. ആ പ്രതീക്ഷ നിങ്ങൾക്ക് ഇപ്പോഴുമുണ്ട്. പക്ഷേ ആ അനുഭവത്തിൽ നിൽക്കുന്നവരാണ് പ്രതിപക്ഷത്തും ചില മാധ്യമങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുമൊക്കെ. അവർക്ക് ഇത് വീണ്ടും ആവർത്തിക്കരുത് എന്ന വലിയ ലക്ഷ്യത്തിൽ അവർ വല്ലാതെ വെപ്രാളപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് കൂടി ഓർമ്മ വേണം. SK സജീഷ്, അല്ല ഡോക്ടർ ലാൽ, ഒരു കാര്യം, ഇവിടെ വെളിച്ചം നഷ്ടപ്പെട്ടു പോയ കാലമാണ് UDFൻ്റെ കാലം. ഇരുട്ടിലേക്ക് പോകാൻ കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നില്ല. വീണ്ടും പവർ കട്ടും ലോഡ് ഷെഡിങ്ങുള്ള കാലം ആഗ്രഹിക്കുന്നില്ല. മക്കൾക്ക് പുസ്തകമേ ലഭിക്കാത്തൊരു കാലത്തേക്ക് തിരിച്ചു പോകണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ തിരിച്ചു പോകണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് മാധ്യമങ്ങൾ ചിലർ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അവർക്കങ്ങനെ പല അജണ്ടയുമുണ്ട്. ഏറ്റവും ക്രൂരമായ അജണ്ടയുണ്ട്. ആ അജണ്ട എത്രമാത്രം ഭീകരമാണ് എന്ന് സഖാവ് പിണറായി വിജയൻ ചികിത്സയ്ക്ക് പോകുമ്പോൾ കേരളത്തിലൊരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞല്ലോ, ഇയാളെന്താ മരിക്കാത്തതെന്ന്. ആ മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ചിലരെങ്കിലും കേരളത്തിലുണ്ട്. പക്ഷേ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ കാഴ്ചപ്പാടതല്ല. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. പിന്നെ ഈ മാധ്യമങ്ങളിലൂടെ മാത്രമാണ് കാര്യങ്ങൾ അറിയുന്നതെന്ന് മാധ്യമങ്ങളും വിചാരിക്കരുത്. കാരണം കുറച്ചുകൂടി വിശാലമായി ലോകം. നമ്മളെല്ലാം കേരളത്തിൻ്റെ പുറത്തേക്ക് പോകുന്നു, സാധാരണക്കാരുൾപ്പെടെ സഞ്ചരിക്കുന്നു, അവിടുത്തെ ഗ്രാമങ്ങൾ കാണുന്നു, സ്കൂളുകൾ കാണുന്നു, ആശുപത്രികൾ കാണുന്നു. ഈ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ നമ്പർ 1 ആണ് എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നീതി ആയോഗ് അംഗീകരിക്കേണ്ട കാര്യമില്ല. ജനമനസ്സ് അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തുടരണം എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇത്തരം നെറുകെട്ട നിലപാടുകൾ സ്വീകരിക്കുന്നവർ, അവരെയെല്ലാം ജനങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. താങ്കൾ ലീഗിനകത്ത് ചർച്ചയുണ്ടോ എന്ന് ചോദിച്ചാൽ, നേരത്തെ കള്ളൻ കപ്പലിലല്ല വീട്ടിൽ തന്നെയാണ്. പക്ഷേ അവരുടെ കപ്പൽ ഇപ്പോൾ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കപ്പലിനകത്ത് കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കപ്പലിനകത്ത് നിന്ന് ആ കലാപത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ പുറത്തേക്ക് വരും. ജനങ്ങൾക്ക് കൂടി ഈ കാര്യത്തിൽ വ്യക്തത ഉണ്ടാകണം. PK ഫിറോസ്, ഒപ്പം പാണക്കാട് തങ്ങൾ, നിങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങളിൽ ചില കൂട്ടർ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് ഉള്ള ധാരണയിൽ ഇതൊന്നും ആരും ചർച്ച ചെയ്യില്ല, ആരും കാണില്ല എന്ന് കരുതി മുന്നോട്ട് പോകരുത്. ജനങ്ങളോട് പറയാനുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ പറഞ്ഞു തന്നെ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ആ ചോദ്യം അവിടെ തന്നെ ഉണ്ടാകും. നിങ്ങൾക്കത് എപ്പോഴും ഒരു വലിയ പ്രശ്നമായി തിരിഞ്ഞു കുത്തിക്കൊണ്ടേയിരിക്കും. അത്തരമൊരു ചോദ്യമാണ് ഇപ്പോൾ ബേജാറിലായിട്ടുള്ള ലീഗ് ഓർക്കേണ്ട. PK ഫിറോസിൻ്റെ സഹോദരൻ ഉയർത്തിയിട്ടുള്ള ചോദ്യങ്ങൾ മുന്നോട്ട് വന്ന് ആ കാര്യത്തിന് ഉത്തരം തരണം. ഇതാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. വളരെ നന്ദി. ചർച്ചയിൽ ചേർന്ന SK സജീഷ്, ഒപ്പം A സജീവൻ, അഡ്വക്കേറ്റ് N ലാൽകുമാർ. ന്യൂസ് അവസാനിക്കുന്നു.